ഹലോ എവ്രി വൺ, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ USRT സീരീസിലെ അടുത്ത ചാപ്റ്ററാണ് 9th സ്റ്റാൻഡേർഡിൽ വരുന്ന സാമൂഹ്യശാസ്ത്രം ഒന്നിലെ ഭാഗം 1 വരുന്ന ചാപ്റ്ററാണ്. അധ്യായത്തിൻ്റെ പേര് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന ഈ ഒരു 4ാമത്തെ ചാപ്റ്ററാണ് നമ്മളിവിടെ പഠിക്കുന്നത്. നമ്മളിവിടെ ഈ ഒരു ടെക്സ്റ്റിൽ ഒന്നാമത്തെ ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് എന്ന ഈ ചാപ്റ്റർ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പിന്നെ സിലബസ് അധിഷ്ഠിതമായിട്ടുള്ളതല്ല എന്ന പേരിൽ ഈ 2 ചാപ്റ്റർ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു ചാപ്റ്ററും കൂടെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം. പക്ഷെ നമ്മൾ ഈ ചാപ്റ്റേഴ്സ് ഒന്നും ഒഴിവാക്കില്ല കേട്ടോ, നമ്മൾ ലാസ്റ്റ് ഇവയെല്ലാം കവർ ചെയ്യും. ഓക്കെ, അത് മാത്രമല്ല നമ്മൾ ആപ്പിൽ USRTയുടെ ബുക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ എല്ലാ ചാപ്റ്റേഴ്സും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ആ ചാപ്റ്റേഴ്സിൻ്റെ എല്ലാം തന്നെ ബുക്ക് നമ്മൾ ആ ഒരു ആപ്പ് വഴി നമ്മുടെ ആപ്പ് വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ബുക്ക് ആയിട്ട് റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആപ്പ് വഴി ബുക്ക് USRTയുടെ ബുക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ചാപ്റ്റേഴ്സ് എല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു ചാപ്റ്റർ പോലും മിസ് ചെയ്തിട്ടില്ല, എല്ലാ ചാപ്റ്ററും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒപ്പം തന്നെ നമ്മൾ അതിൻ്റെ ഓഡിയോ നോട്ടും ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ആപ്പ് വഴി നിങ്ങൾക്ക് ഈ ചാപ്റ്റേഴ്സിൻ്റെ എല്ലാം തന്നെ ബുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കിത് പഠിക്കാനായിട്ടും പറ്റും. ഓക്കെ, അപ്പോൾ ക്ലാസ് എടുക്കുമ്പോഴും ഈ പറയുന്ന പോലെ സിലബസ് അധിഷ്ഠിതമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. മിസ്സാവില്ല, ഈ ചാപ്റ്റേഴ്സൊക്കെ ലാസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെയൊക്കെ ഫർദർ അപ്ഡേഷൻസിനായിട്ട് നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ ഫാമിലി മെമ്പറായിട്ട് മാറുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അപ്ഡേഷൻസ് ടെലിഗ്രാം ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മിസ് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം. നമ്മൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഭരണഘടന അധിഷ്ഠിതമായിട്ടുള്ള ചാപ്റ്റേഴ്സ്, ഭരണഘടനയെ സംബന്ധിക്കുന്ന ചാപ്റ്റേഴ്സാണ് പഠിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇങ്ങനെ ഏറ്റവും ബൃഹത്തായ എഴുതപ്പെട്ട ഭരണഘടനയുള്ളത് നമ്മുടെ ഇന്ത്യക്കാണ്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നമ്മൾ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളും ആശയങ്ങളും അഭിലാഷങ്ങളും ഒക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചത് എന്നും നമ്മൾ പഠിച്ചു. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ ഈ ഒരു അധ്യായത്തിൽ പഠിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് നൽകിയിട്ടുള്ളത് സ്വാതന്ത്ര്യ പുലരിയിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയിട്ടുള്ള പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണ് ഇത് ഇവിടെ നൽകിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. വർഷങ്ങൾക്ക് മുൻപ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ആ പ്രതിജ്ഞ പൂർണ്ണമല്ലെങ്കിലും സുപ്രധാനമായി തന്നെ നമ്മൾ നിറവേറ്റിയ സമയമായിരിക്കുന്നു. ഇന്ന് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നെഴുന്നേൽക്കും, പൊതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും. ഒരു യുഗം അവസാനിക്കുന്നു. ദീർഘനാളായി അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രത്തിന്റെ ആത്മാവ് ശബ്ദിക്കുന്നു. ഈ അപൂർവ നിമിഷത്തിൽ ഇന്ത്യയുടെയും അവിടുത്തെ ജനങ്ങളുടെയും മനുഷ്യരാശിയുടെയും ആകെ തന്നെയും സേവനത്തിനായി സ്വയം അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. അങ്ങനെ സ്വാതന്ത്ര്യ പുലരിയിലെ ഒരു അഭിമാനം നിറയുന്ന ഒരു പ്രസംഗത്തിന്റെ ഭാഗമാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. ഇന്ത്യൻ ജനതയുടെ ദീർഘനാളത്തെ ആഗ്രഹത്തെക്കുറിച്ചാണ് ഇങ്ങനെ നെഹ്റു രാഷ്ട്രത്തോട് ഈ ഒരു പ്രസംഗത്തിലൂടെ പറയുന്നത്. വൈദേശിക ഭരണത്തിന്റെ കെടുതികൾ കുടഞ്ഞെറിഞ്ഞ് പ്രതീക്ഷാ നിർഭരവും ഉത്തരവാദിത്വപൂർണവുമായ പാതയിലേക്ക് രാജ്യത്തെ നയിക്കാനുള്ള ആഹ്വാനമാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നെഹ്റു നൽകുന്നത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ നേടിയ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ വലുതും പ്രധാനപ്പെട്ടതുമായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൽ വിവേചനപരവും ജനാധിപത്യ വിരുദ്ധവും നീതിരഹിതവുമായ നടപടികൾക്ക് ജനങ്ങൾ വിധേയമാക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയും മറ്റു സാമൂഹിക ദുരാചാരങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും ആധുനിക സമൂഹത്തിന് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ഇവയ്ക്കെല്ലാം പരിഹാരമാകുന്ന ഒരു ജനാധിപത്യ ക്രമവും ക്ഷേമരാഷ്ട്ര സംവിധാനവും ഉണ്ടാകണമെന്ന ചിന്ത നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിനും ജനങ്ങൾക്കും ഉണ്ടായിരുന്നു. അങ്ങനെ സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്കു നൽകിയ പ്രധാനപ്പെട്ട 2 വാഗ്ദാനങ്ങളാണ് ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര നിർമ്മാണവും. ഇതിലേക്കുള്ള ചുവടുവെപ്പായിരുന്നു നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണവും നെഹ്റു അവതരിപ്പിച്ചിട്ടുള്ള ലക്ഷ്യപ്രമേയവും. അങ്ങനെ നമ്മളിവിടെ പറഞ്ഞത് ഭരണഘടനയിലേക്കുള്ള ഒരു പാതയെക്കുറിച്ചാണ്. അതായത്
അതായത് പണ്ട് വിദേശ ഭരണത്തിന്റെ കീഴിലുണ്ടായിരുന്ന കെടുതികളും മറ്റു കാര്യങ്ങളും അവിടെ നിന്ന് നമുക്ക് ബ്രിട്ടീഷ് ഭരണത്തിന്റെ വിവേചനപരവും ജനാധിപത്യ വിരുദ്ധവും നീതിരഹിതവുമായിട്ടുള്ള നടപടികളും മറ്റു കാര്യങ്ങളും ഒക്കെ ജനങ്ങളെ പൊറുതി മുട്ടിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും പിന്നീട് സ്വാതന്ത്ര്യാനന്തരം ഇവയ്ക്കെല്ലാം പരിഹാരമെന്നോണം ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര സംവിധാനവും ഒക്കെ ഉണ്ടാകണമെന്ന ചിന്തയിൽ നിന്ന് ഇവിടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണവും അതിനുശേഷം നെഹ്റുവിൻ്റെ ലക്ഷ്യപ്രമേയവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ലക്ഷ്യപ്രമേയത്തിൽ നിന്നും ഭരണഘടനയിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതാണ് നമ്മൾ ഇനി പറയുന്നത്. ലക്ഷ്യപ്രമേയം: ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുവാനും അതിനായി ഒരു ഭരണഘടന തയ്യാറാക്കുവാനുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നുണ്ട്. സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും എന്നും ഇവിടെ പരാമർശിക്കുന്നുണ്ട്. സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്ന് പറയുന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങളും ഇന്ത്യൻ സംസ്ഥാനങ്ങളും ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങളും കൂടി ചേർന്നുള്ള ഒരു യൂണിയൻ ആയിരിക്കും എന്ന് പറയുന്നു. ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന ഈ പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. ഇതുകൂടാതെ കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും ഈ പറഞ്ഞ ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾക്ക് നൽകപ്പെടുകയും ചെയ്യും. കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും ഇവയ്ക്ക് നൽകപ്പെടും. സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നുമായിരിക്കും ഉദ്ഭവിക്കുന്നത്. ഇവിടെ അധികാരം ലഭിക്കുന്നത് ജനങ്ങളിൽ നിന്നുമാണ്. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും പദവി സമത്വവും അവസര സമത്വവും നിയമത്തിന് മുൻപിലുള്ള സമത്വവും കൂടാതെ നിയമത്തിനും പൊതുധാർമ്മികതയ്ക്കും വിധേയമായി സംസാരം, ആവിഷ്കാരം, വിശ്വാസം, ആരാധന, തൊഴിൽ, സംഘടനയും പ്രവർത്തനവും എന്നീ മൗലിക സ്വാതന്ത്ര്യങ്ങളും ഉറപ്പുവരുത്തുകയും സംരക്ഷിക്കുകയും ചെയ്യും എന്നാണ് ഇവിടെ ലക്ഷ്യപ്രമേയത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. ഇപ്പം ഇതൊന്ന് ക്രോഡീകരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അവസര സമത്വം, നിയമത്തിനു മുന്നിലുള്ള സമത്വം, പദവി സമത്വം, ആവിഷ്കാര സ്വാതന്ത്ര്യം, സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായിട്ടുള്ള നീതി എന്നിവയെല്ലാം തന്നെ ലക്ഷ്യപ്രമേയത്തിൽ ഉൾപ്പെടുന്നവയാണ്. ലക്ഷ്യപ്രമേയത്തിന്റെ ലക്ഷ്യങ്ങളായി ഇവയെല്ലാം നമുക്ക് പറയാവുന്നതാണ്. അങ്ങനെ 1900 ഇവിടെ ഈ ലക്ഷ്യപ്രമേയമൊക്കെ വായിച്ച് മനസ്സിലാക്കിയ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആശയങ്ങളും ആദർശങ്ങളുമാണ് ഇവിടെ ലക്ഷ്യപ്രമേയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ആശയം അതാണ് അല്ലേ. ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിലെ ചില ആശയങ്ങളാണ് ഇവിടെ മുകളിൽ നൽകിയിട്ടുള്ളത്. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാന ആശയങ്ങളാണ് ലക്ഷ്യപ്രമേയത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞ ഡേറ്റ് 1946 ഡിസംബർ 13 ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു അന്ന് ഈ ഒരു ദിവസം. ആ ലക്ഷ്യപ്രമേയത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഇവ. ഏതൊക്കെയാണ്? അവസര സമത്വം, നിയമത്തിനു മുൻപിലുള്ള സമത്വം, പദവി സമത്വം, ആവിഷ്കാര സ്വാതന്ത്ര്യം, സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായിട്ടുള്ള നീതി. ഇനി നമ്മുടെ ആമുഖത്തിലേക്ക് കടക്കുകയാണ്. ഇതാണ് നമ്മുടെ ആമുഖം. നമ്മൾ ചെറിയ ക്ലാസ്സിലെ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു, പരിചയമുള്ളതാണ്. നമുക്ക് നോക്കാം. ഭാരതത്തിന്റെ ആമുഖം. ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും
ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കും ഉള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാമിടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. അപ്പം ഇവിടെ ഇതാണ് നമ്മുടെ ആമുഖം. ഇതിലിവിടെ നമ്പർ ഇട്ട് കണ്ടോ, ഇവിടെയും നമ്പർ ഇട്ട് കാണാം നമുക്ക്. ഇതാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. 1976 ഭരണഘടന 42 ഭേദഗതി പ്രകാരം 2 വകുപ്പ് പ്രകാരം ഭരണഘടനയിലെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇതിന് പകരമായി ചേർത്തതാണ് ഇത് പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നത്. ആദ്യം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നായിരുന്നു, പിന്നീട് പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നായി മാറി. PSC ചോദിക്കാറുണ്ട് നേരത്തെ എങ്ങനെയായിരുന്നു, പിന്നീട് ഭേദഗതിക്ക് ശേഷം എങ്ങനെയായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ഓർക്കുക, 1976 ഭരണഘടനാ ഭേദഗതിയാണ് 42 ഭരണഘടനാ ഭേദഗതി. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇത് മാറ്റിയത്. പിന്നീട് നമ്മൾ പറഞ്ഞത് മേൽപ്പറഞ്ഞ ആക്ട് പ്രകാരം 2 വകുപ്പ് പ്രകാരം രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നതിന് പകരമാണ് രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും, ഇൻ്റഗ്രിറ്റി എന്നൊരു വാക്ക് കൂടെ ഇവിടെ കൂട്ടിച്ചേർത്തത് ഇതേ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. രാഷ്ട്രത്തിൻ്റെ ഐക്യം, യൂണിറ്റി എന്നായിരുന്നു ആദ്യം, ഇപ്പോൾ യൂണിറ്റി ആൻഡ് ഇൻ്റഗ്രിറ്റി ഓഫ് ദി നേഷൻ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അഖണ്ഡത എന്ന വാക്കും കൂട്ടിച്ചേർത്തത് ഇതേ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നമ്മളിത് നേരത്തെ പറഞ്ഞതുകൊണ്ട് കുറച്ചുകൂടെ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നില്ലേ? കുറച്ചും കൂടെ പരിചിതമായി വരുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് കുറച്ച് സിമിലാരിറ്റീസ് തോന്നാം. എങ്ങനെ? ലക്ഷ്യപ്രമേയത്തിലെ ആശയങ്ങളും ആമുഖത്തിലെ ആശയങ്ങളുമായിട്ട് ചില സിമിലാരിറ്റീസ് തോന്നാം. എന്തൊക്കെയാണ്? ലക്ഷ്യപ്രമേയത്തിൽ അവതരിപ്പിക്കപ്പെട്ട എന്തെല്ലാം ആശയങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഒന്ന്, പരമാധികാരം ജനങ്ങൾക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മതേതരത്വം നമുക്ക് പറയാവുന്നതാണ്. സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയവുമായിട്ടുള്ള നീതി, ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം, ഇവയെല്ലാം തന്നെ ലക്ഷ്യപ്രമേയത്തിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ആശയങ്ങളാണ്. അവ നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ആമുഖത്തിലും കാണാനായി സാധിക്കുന്നുണ്ട്. ലക്ഷ്യപ്രമേയത്തിലെ വിവിധ ആശയങ്ങൾ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമായി. ഇനി നമ്മൾ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള ഈ ആശയങ്ങൾ, കാഴ്ചപ്പാടുകൾ, ലക്ഷ്യങ്ങൾ ഇവയൊക്കെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഭരണഘടനയിലെ വ്യവസ്ഥകളൊക്കെ എത്രമാത്രം പര്യാപ്തമാണ് എന്നാണ് പരിശോധിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഭരണഘടനയുടെ സവിശേഷതകൾ നോക്കുമ്പോൾ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 ഡിസംബർ 6 രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഭരണഘടനാ നിർമ്മാണ സമിതി 1946 ഡിസംബർ 9 മുതൽ 2 വർഷവും 11 മാസവും 17 ദിവസവും നീണ്ടുനിന്ന ഒരു മഹത്തായ പ്രക്രിയയിലൂടെ നിർമ്മിച്ചതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ PYQ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. PYQ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ പോർഷനും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചെറിയ ക്ലാസ്സിലെ ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു ഭാഗം തന്നെയാണ്. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഡേറ്റ്സും ഡീറ്റെയിൽസും ആണ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കാം. 1946 ഡിസംബർ 6 രൂപീകരിച്ചിട്ടുള്ള ഭരണഘടന നിർമ്മാണ സമിതി 1946 ഡിസംബർ 9 മുതൽ 2 വർഷവും 11 മാസവും 17 ദിവസവും നീണ്ടുനിന്ന ഒരു മഹത്തായ പ്രക്രിയയിലൂടെയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചത്. അങ്ങനെ 1949 നവംബർ 26 അംഗീകരിച്ച് നിയമമാക്കി നമുക്കായി തന്നെ സമർപ്പിച്ച ഇന്ത്യൻ ഭരണഘടനയിൽ 22 ഭാഗങ്ങളുണ്ടായിരുന്നു. അതിൽ 395 വകുപ്പുകളും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്.
1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടന കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സജീവ പ്രമാണമായി തുടരുന്നു, ഇന്നും തുടർന്നു കൊണ്ടുപോകുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ജനാധിപത്യ ഭരണ സംവിധാനമൊക്കെ ആയിട്ട് തുടങ്ങിയ കുറച്ച് രാജ്യങ്ങൾ നമ്മൾ ഇന്ത്യയോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ മിക്കവയും മാറി എന്നാൽ നമ്മൾ ഇന്നും ഒരു സജീവ രേഖയായി ഭരണഘടനയെ കൊണ്ടുവന്ന് നമ്മൾ ജനാധിപത്യം പിന്തുടർന്ന് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവയെല്ലാം PYQ ആണ്, പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, 1946 ഡിസംബർ 9, ഡിസംബർ 6 എന്നീ ഡേറ്റ്സ് പ്രധാനപ്പെട്ടതാണ്. എത്ര ദിവസം എത്ര സമയം എടുത്തുകൊണ്ടാണ് ഭരണഘടന തയ്യാറാക്കിയത്? 2 വർഷം 11 മാസം 17 ദിവസം. പിന്നീട് അംഗീകരിക്കപ്പെട്ട ദിവസം 1949 നവംബർ 26. നമുക്കായി തന്നെ സമർപ്പിച്ചതാണ് നമ്മുടെ ഭരണഘടന. 22 ഭാഗങ്ങളുണ്ടായിരുന്നു, 395 വകുപ്പുകളും 8 പട്ടികകളും ഉണ്ടായിരുന്നു. അതിനുശേഷം നിലവിൽ വരുന്നത് എന്നാണ് 1950 ജനുവരി 26. ഓക്കെ, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം മുറുകെ പിടിച്ചതും ലക്ഷ്യപ്രമേയത്തിൽ സൂചിപ്പിച്ചതുമായ നിരവധി ആശയങ്ങൾ ഭരണഘടനയുടെ ഭാഗമായിട്ടുണ്ട്. അതേതൊക്കെയാണ് എന്നാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഓക്കെ, നമുക്കത് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഏറ്റവും വലിയ ഭരണഘടന എന്നതാണ് പ്രധാനപ്പെട്ടത്. 1.5 ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയ സമഗ്രവും വിപുലവുമായിട്ടുള്ള രേഖയാണ് നമ്മുടെ ഭരണഘടന. രാജ്യത്തിൻ്റെ വൈവിധ്യവും വൈപുല്യവും പരിഗണിച്ചുകൊണ്ടുള്ള വിശദമായിട്ടുള്ള ഉള്ളടക്കമുള്ളത് കൊണ്ടാണ് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയായി നമ്മുടെ ഇന്ത്യൻ ഭരണഘടന മാറിയിട്ടുള്ളത്. പിന്നീട് പാർലമെന്ററി ജനാധിപത്യമാണ്. കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പാർലമെന്ററി ജനാധിപത്യ മൂല്യങ്ങളെയാണ് ഇത് ഉയർത്തിപ്പിടിക്കുന്നത്. ദൃഢവും അയവുള്ളതുമായ ഘടന, അതായത് ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ പ്രത്യേക നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എന്നാൽ മറ്റു ചിലത് ഭേദഗതി ചെയ്യാൻ സാധാരണ നിയമനിർമ്മാണ രീതിയിൽ ഭേദഗതി ചെയ്യാവുന്നതാണ്. ഇത് ഒരു മിക്സ്ചറാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും റിജിഡുമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ചില കാര്യങ്ങൾ, എന്നാൽ ഫ്ലെക്സിബിളുമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന. ദൃഢമാണ്, അയവുള്ളതുമായിട്ടുള്ള ഒരു ഘടനയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത്. മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. പൗരർ രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത്. ഇവ രണ്ടും വിശദമായി തന്നെ നമ്മുടെ ഭരണഘടനയിൽ എടുത്തു പറയുന്നുണ്ട്. മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഭാവി രാഷ്ട്രത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്കായി രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഇവയെല്ലാം വിശദമായി പഠിച്ചതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഓർക്കാനായിട്ട് പറ്റുന്നുണ്ടാവും. ഇനി ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ. അതായത് ദ്വിമണ്ഡലം എന്ന് പറഞ്ഞാൽ 2 മണ്ഡലം. ഇപ്പോൾ ലോക്സഭ, രാജ്യസഭ എന്ന് പറയുന്നത് നമ്മുടെ ചില സംസ്ഥാനങ്ങൾക്ക് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ലെജിസ്ലേറ്റീവ് കൗൺസിലൊക്കെ ഉണ്ടല്ലേ, അതുപോലെ ബൈക്യാമറലിസമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മൊത്തം ജനതയെയും പ്രതിനിധീകരിക്കുന്ന അധോസഭ, ലോകസഭ. നിയമനിർമ്മാണത്തിൽ രണ്ടാമതൊരു ചിന്തയ്ക്കായി സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഉപരിസഭ അല്ലെങ്കിൽ രാജ്യസഭ എന്നിങ്ങനെ 2 സഭകൾ നിലനിൽക്കുന്നു എന്നുള്ളത് മറ്റൊരു ആശയമാണ്. അപ്പം മൊത്തം ജനത്തെയും പ്രതിനിധീകരിക്കുന്നതിനായിട്ട് അധോസഭ, ലോകസഭ നിലനിൽക്കുന്നു. നിയമനിർമ്മാണ കാര്യത്തിൽ രണ്ടാമതൊരു ചിന്ത എന്നോണം സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സഭയാണ് രണ്ടാമത്തേത് ഉപരിസഭ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ രാജ്യസഭ. ഇത് രണ്ടുമാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ. ശക്തമായ കേന്ദ്ര ഗവൺമെന്റോടുകൂടിയ ഫെഡറലിസം. നമ്മുടെ ഇന്ത്യയിൽ അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും വേർതിരിച്ചിട്ടുണ്ട്. ഇങ്ങനെ വേർതിരിച്ച് നൽകുന്നു എങ്കിൽ കൂടിയും കേന്ദ്രത്തിന് മേൽക്കൈ നൽകുന്ന ചില സവിശേഷ അധികാരങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് സ്ട്രോങ് സെൻറ്ററാണ്. കേന്ദ്ര ഗവൺമെൻറ് ശക്തമായ ഗവൺമെൻറ്റോടുകൂടിയ ഫെഡറലിസം.
ഫെഡറലിസം എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള ഡിമാർക്കേഷനാണ്. എങ്ങനെയാണ് ഇവിടെ അധികാര വിഭജനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, സെപ്പറേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്, അധികാര വിഭജനം. അപ്പം അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ പറഞ്ഞിരുന്നു അല്ലെ, ഒരു ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഫെഡറലിസം എന്നത്? അങ്ങനെ ശക്തമായ കേന്ദ്ര ഗവൺമെൻറ്റോട് കൂടിയിട്ടുള്ള ഒരു ഫെഡറലിസമാണ് ഇവിടെ നമ്മുടെ ഇന്ത്യയിലുള്ളത്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയാണ് മറ്റൊരു സവിശേഷത. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കോടതി സംവിധാനം ഇന്ത്യയിൽ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ്? സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥയാണ് ഇന്ത്യയിലുള്ളത്. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിലല്ല നമ്മുടെ കോടതി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ. ജനാധിപത്യ വ്യവസ്ഥ വിപുലവും അർത്ഥപൂർണവുമാകുന്നതിന് സ്വതന്ത്ര സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇവിടെ ആവശ്യമാണ്. അത്തരത്തിൽ സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ലഭ്യമാണ്. ഇവയെല്ലാമാണ് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകളായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ക്രോഡീകരിക്കുകയാണെങ്കിൽ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ഭരണഘടന ബൃഹത്തായതാണ്. പാർലമെന്ററി ജനാധിപത്യ മൂല്യങ്ങളെയാണ് ഇത് ഉയർത്തിപ്പിടിക്കുന്നത്. കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. പൗരന്മാർ രാഷ്ട്രത്തോടും അതുപോലെ സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് മൗലിക കർത്തവ്യങ്ങൾ. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും വേർതിരിച്ച് നൽകിയിട്ടുണ്ട്. ഒരു സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥ നമുക്കിന്ന് ലഭ്യമാണ്. ഇനി നമ്മൾ ഫെഡറലിസത്തിലേക്ക് കൂടുതലായി പഠിക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ ഫെഡറലിസത്തിന് ആദ്യം നൽകിയിട്ടുള്ളത് ഭരണഘടനയുടെ സവിശേഷതകളെക്കുറിച്ച് അവതരിപ്പിച്ചിട്ടുള്ള ഒരു സെമിനാറിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഫെഡറലിസം എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോവാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യവും ഐക്യവും ഒരുപോലെ പാലിക്കുന്നതിന് ഫെഡറൽ സംവിധാനം സഹായിക്കുന്നുണ്ട്. കൂടാതെ പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിലൂടെ വിഘടനവാദ പ്രവണതകളെ ഫലപ്രദമായി ചെറുക്കുന്നതിനും ഇത്തരം ഒരു ഭരണ ക്രമീകരണം പ്രയോജനപ്പെടുന്നു. ഭരണത്തിൻ്റെ വിവിധ തലങ്ങളെ കൂട്ടിയിണക്കി സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിനും എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും ഫെഡറലിസത്തിലൂടെ സാധിക്കുന്നുണ്ട്. കേന്ദ്രവും സംസ്ഥാനങ്ങളും അധികാരം പങ്കിടുന്ന ഈ ഭരണ സംവിധാനം ജനാധിപത്യം എന്ന ആശയത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ള ഈ ഒരു പ്രബന്ധത്തിൻ്റെ ഭാഗമായി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം ഫെഡറലിസത്തെക്കുറിച്ച് കൂടുതലായിട്ട്? കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമിടയിൽ അധികാരം പങ്കിടുന്നതിലൂടെ ജനാധിപത്യം ഊട്ടിയുറപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യവും ഐക്യവും പരിപാലിക്കുന്നതിനും ഫെഡറലിസം സഹായിക്കുന്നു എന്നുള്ളതാണ്. വിവിധ തലങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ട് സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിനും എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും ഫെഡറലിസത്തിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കുന്നത്. അതായത് പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിലൂടെ വിഘടനവാദ പ്രവണതകളെ ഫലപ്രദമായി ചെറുക്കുന്നതിനും ഇവിടെ ഫെഡറലിസം സഹായകരമാകുന്നുണ്ട്. ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം 2 തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണക്രമമാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം 2 തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനത്തെയാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. അതായത് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും അധികാരം പങ്കിടുന്ന ഭരണ ക്രമീകരണമാണ് ഫെഡറലിസം. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും അധികാരം പങ്കിടുന്ന ഭരണ ക്രമീകരണമാണ് ഫെഡറലിസം. ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാന സവിശേഷതകളായി കണക്കാക്കപ്പെടുന്നത് എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, അധികാര വിഭജനം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ എന്നിവയൊക്കെയാണ്. ഇവിടെ ഫെഡറൽ
ഫെഡറലിസം എന്ന ആശയത്തെക്കുറിച്ച് കൂടുതൽ ശക്തമായി പറയുകയാണ്. ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം 2 തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന ഒരു ഭരണ സംവിധാനത്തെയാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും അധികാരം പങ്കിടുന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ളൊരു ഭരണ ക്രമീകരണത്തെയാണ് നമ്മളിവിടെ ഫെഡറലിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിൻ്റെ പ്രധാന സവിശേഷതകളായി പറയുന്നത്, ഒന്ന് ദൃഢമായിട്ടുള്ള ഭരണഘടന, രണ്ടാമത് പിന്നീട് അധികാര വിഭജനം നമുക്ക് പറയാം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥയും ഫെഡറലിസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അല്ലെങ്കിൽ സവിശേഷതയാണ്. ഇവിടെ നമുക്ക് ഭരണഘടനയുടെ ഭാഗം 1 നൽകിയിട്ടുണ്ട്. ഭാഗം 1 എന്താണ്? ഭരണഘടനയുടെ ഭാഗം 1 പരാമർശിക്കുന്നത് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി എന്നതാണ്. യൂണിയനും അതിൻ്റെ ഭൂപ്രദേശവുമാണ്. അതിൽ യൂണിയൻ്റെ പേരും ഭൂപ്രദേശവും, അതായത് ഇന്ത്യ, ഭാരതം, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത്, സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കുന്നു എന്നതാണ്. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നതാണ്. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നതാണ് സംസ്ഥാനങ്ങളുടെ യൂണിയൻ. സംസ്ഥാനങ്ങളും അവയുടെ ഭൂപ്രദേശങ്ങളും 1-ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള വിധം ആയിരിക്കുന്നതാണ് ഭാരതത്തിൻ്റെ ഭൂപ്രദേശം. ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഭാരതത്തിൻ്റെ ഭൂപ്രദേശം എന്നതിൽ ഉൾപ്പെടുന്നത് സംസ്ഥാനങ്ങളുടെ ഭൂപ്രദേശങ്ങൾ, 1-ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള യൂണിയൻ പ്രദേശങ്ങൾ, യൂണിയൻ ടെറിട്ടറീസ്, ആർജിക്കുന്ന മറ്റ് ഭൂപ്രദേശങ്ങളും അടങ്ങിയിട്ടുള്ളതാണ് എന്ന് ഭരണഘടനയിൽ പരാമർശിക്കുന്നു. ഭാഗം 1 യൂണിയനും അതിൻ്റെ ഭൂപ്രദേശവും എന്ന ഭാഗത്ത് ഭാരതത്തിൻ്റെ ഭൂപ്രദേശം ഏതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനങ്ങളുടെ ഭൂപ്രദേശം ഉൾപ്പെടും, യൂണിയൻ ടെറിട്ടറീസിൻ്റെ ഭൂപ്രദേശങ്ങൾ ഉൾപ്പെടും, ഇനി ഭാവിയിൽ ആർജിക്കുന്ന മറ്റ് ഭൂപ്രദേശങ്ങളും ഇതിൽ ഉൾപ്പെടും എന്ന് പരാമർശിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പഠിച്ചത് നമ്മുടെ ഭരണഘടനയിൽ പരാമർശിച്ചിട്ടുള്ള അനുച്ഛേദം 1, ആർട്ടിക്കിൾ 1 നമ്മളിവിടെ പഠിക്കുന്നത്. യൂണിയൻ്റെ പേരും ഭൂപ്രദേശവും ഇന്ത്യ അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ച സമയത്ത് ഫെഡറൽ സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അല്ലേ? ഫെഡറലിസത്തെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനൊരു വാക്ക് ഇവിടെ പരാമർശിക്കുന്നതായിട്ട് നമുക്ക് കാണാനായി സാധിക്കില്ല, അല്ലേ? അപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ളത് നോക്കാം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ 1-ാമത്തെ അനുച്ഛേദമാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചത്. ഇതിൻ പ്രകാരം ഇന്ത്യ അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും. എന്നാൽ ഭരണഘടനയിൽ ഒരിടത്തും ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണ് എന്ന് പരാമർശിക്കുന്നില്ല. ക്ലിയർ ആണല്ലോ? ഇന്ത്യയുടെ സാമൂഹികവും പ്രാദേശികവും ഭൂമിശാസ്ത്രപരവുമായ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതിനും രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫെഡറൽ സംവിധാനം സ്വീകരിച്ചിട്ടുള്ളത്. എന്താണ്? ഇന്ത്യയുടെ സാമൂഹികവും പ്രാദേശികവും ഭൂമിശാസ്ത്രപരവുമായിട്ടുള്ള വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതിനും രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടാണ് നാം ഈ ഫെഡറൽ സംവിധാനം നമ്മളിലേക്ക് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ളത് നമ്മുടെ ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകളാണ്. എന്തൊക്കെയാണ് ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്? ഒന്നാമതായിട്ട് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി ഒരു പൊതു ഭരണഘടന. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് ഒരു പൊതു ഭരണഘടന, അതായത് നമുക്ക് കേന്ദ്രത്തിനും വേറൊരു ഭരണഘടന, സംസ്ഥാനത്തിനൊരു ഭരണഘടന എന്നിങ്ങനെ 2 തരത്തിലൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും ചേർത്ത് ഇന്ത്യൻ ഭരണഘടനയാണുള്ളത്. അത് ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. ഭരണഘടനയുടെ പരമാധികാരം മറ്റൊരു സവിശേഷതയായി പറയുന്നതാണ്. ഈ ഭരണഘടനയുടെ പരമാധികാരം എന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് രാജ്യത്തെ പരമോന്നത നിയമം എന്ന് പറയുന്നത്. നമ്മുടെ പരമോന്നത നിയമം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഭരണഘടനയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ് ഭരണഘടനയുടെ പരമാധികാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഏക പൗരത്വം. ഇന്ത്യക്കാർക്ക് ഒറ്റ പൗരത്വമേ ഉള്ളൂ, അല്ലേ? നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആണ്. അല്ലാതെ ഒരു സംസ്ഥാനത്തിന് നമ്മൾ കേരളത്തിൻ്റെ സിറ്റിസൺ, തമിഴ്നാട് സിറ്റിസൺ, അങ്ങനെ നമുക്ക് വേറെ സിറ്റിസൺഷിപ്പ് ഇല്ല. നമുക്ക് ഒറ്റ പൗരത്വമേ ഉള്ളൂ. ഇത് രാജ്യത്തുടനീളം ഒരു ഐക്യബോധം വളർത്തുന്നതിനും പ്രാദേശിക വ്യത്യാസങ്ങൾക്കിടയിൽ നമ്മുടെ ഈ ഒരു ദേശീയത എന്ന ആശയം ഉറപ്പാക്കുന്നതിനും സഹായകമാകുന്ന ഒരു സവിശേഷതയാണ്.
ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളിൽ കേന്ദ്രത്തിന് മേൽക്കൈ നൽകുന്നത്. അതായത് ഭരണഘടനാ ഭേദഗതികൾ ആരംഭിക്കുന്നതിനുള്ള അധികാരം പ്രധാനമായിട്ടും പാർലമെന്റിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ചില ഭേദഗതികൾക്ക് സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരം ആവശ്യമാണ് എങ്കിൽ കൂടിയും ഭൂരിഭാഗം ഭേദഗതികളും കേന്ദ്രത്തിൻ്റെ മുൻകൈയിലാണ് നടക്കുന്നത്. ഇത് കേന്ദ്രത്തിൻ്റെ മേൽക്കൈ ഉറപ്പുവരുത്തുന്നു, അല്ലെങ്കിൽ കേന്ദ്രത്തിന് മേൽക്കൈ നൽകുകയാണ് ചെയ്യുന്നത്. കേന്ദ്രത്തിന് കുറച്ചുകൂടെ കേന്ദ്രത്തിന് മുൻകൈ അല്ലെങ്കിൽ മേൽക്കൈ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അധികാരം കൂടുതലും കുറച്ചുകൂടെ ശക്തമായ സെൻറ്ററാണ് നമുക്ക് ഉള്ളത്. ദ്വിമണ്ഡല നിയമ നിർമ്മാണ സഭ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര തലത്തിൽ ലോകസഭയും രാജ്യസഭയുമാണുള്ളത്. ജനങ്ങളുടെ സഭയായിട്ടുള്ള ലോകസഭയും സംസ്ഥാനങ്ങളുടെ കൗൺസിലായിട്ടുള്ള രാജ്യസഭയും ഉൾപ്പെടുന്നതാണ് ഈ ദ്വിമണ്ഡല സഭ എന്ന് പറയുന്നത്. ദ്വിമണ്ഡല സഭ. സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന രാജ്യസഭ ഫെഡറൽ തത്വം പാലിക്കുന്നുണ്ട്. അതേസമയം ജനസംഖ്യയെ അടിസ്ഥാനമാക്കിയുള്ള ലോക്സഭ ജനകീയ അടിത്തറയാണ് നൽകുന്നത്. അപ്പം ഇവിടെ ഒരു ദ്വിമണ്ഡലം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കേന്ദ്ര സംസ്ഥാനങ്ങളുടെ അധികാര വിഭജനം. ഇവിടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ ഭരണഘടനാപരമായി അധികാരങ്ങൾ വിഭജിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് പറയാം, ലിസ്റ്റ് 7 വരുന്ന യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഇവയിലൂടെയാണ് വിഭജനം നടക്കുന്നത്. അപ്പോൾ കൃത്യമായ രീതിയിൽ കേന്ദ്ര സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അധികാരം വിഭജിച്ച് നൽകിയിട്ടുണ്ട്. അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിനാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രതിരോധം, വിദേശകാര്യം, കറൻസി തുടങ്ങിയ ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ശക്തമായ ഒരു കേന്ദ്ര സർക്കാരിനെ ഉറപ്പാക്കുന്നുണ്ട്. ഇതുകൂടാതെ കൺകറന്റ് ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമനിർമ്മാണത്തിൽ കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾ തമ്മിൽ തർക്കമുണ്ടായാൽ കേന്ദ്രത്തിന്റെ നിയമമായിരിക്കും അവിടെ നിലനിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാനപ്പെട്ട അധികാരങ്ങളും ഒക്കെ കേന്ദ്രത്തിനായിരിക്കും. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. ഭരണഘടന ഒരു സംയോജിതവും സ്വതന്ത്രവുമായിട്ടുള്ള ഒരു നീതിന്യായ വ്യവസ്ഥ സ്ഥാപിച്ചിട്ടുണ്ട്. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നുള്ള ഇടപെടലുകളിൽ നിന്ന് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിനായിട്ട് സുപ്രീം കോടതിയും ഹൈക്കോടതികളും ഉൾപ്പെടുന്ന ഒരു സംവിധാനം, ഈ ഒരു സംവിധാനം ഭരണഘടന ഇവിടെ ഉറപ്പുവരുത്തുന്നു. അപ്പം ഇതാണ് സ്വതന്ത്രവും, ഇതിപ്പോൾ നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തതിനെ കൊണ്ട് ഈ ഒരു വിഷയം നമുക്ക് അറിയുന്നുണ്ട്, സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥ. അടുത്തതാണ് അർദ്ധ ഫെഡറൽ സംവിധാനം എന്നത്. അർദ്ധ ഫെഡറൽ സംവിധാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഒരു പൂർണ്ണ ഫെഡറൽ രാജ്യമല്ല, മറിച്ച് ഒരു ഫെഡറൽ യൂണിറ്ററി ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന ഒരു അർദ്ധ ഫെഡറൽ സംവിധാനമാണ്. അതായത് ക്വാസി ഫെഡറൽ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടി വിശദമായി പറയുകയാണെങ്കിൽ അർദ്ധ ഫെഡറലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകീകൃത രാഷ്ട്രത്തിനും ഫെഡറലിസത്തിനും ഇടയിലുള്ള സംസ്ഥാനത്തിൻ്റെ ഇടനില രൂപമാണ് ഈ പറഞ്ഞ അർദ്ധ ഫെഡറൽ സിസ്റ്റം അല്ലെങ്കിൽ സംവിധാനം എന്ന് പറയുന്നത്. ഒരു ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ സവിശേഷതകളും ഒരു ഏകീകൃത ഗവൺമെൻറ്റിൻ്റെ സവിശേഷതകളും ഇവിടെ യോജിച്ച് കാണാനായി സാധിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് പ്രാദേശിക അഖണ്ഡതയ്ക്കൊന്നും അവകാശമില്ല. സംസ്ഥാനത്തിൻ്റെ വിസ്തൃതിയോ അതിരുകളോ പേരോ ഒക്കെ കേന്ദ്രത്തിന് മാറ്റാനായിട്ടും സാധിക്കും. അതുപോലെ ഏക ഭരണഘടന, സംസ്ഥാനത്തിന് മാത്രമായിട്ടൊരു ഭരണഘടന ഇല്ല എന്നുള്ളതൊക്കെ ഈ ഒരു അർദ്ധ ഫെഡറൽ സംവിധാനത്തിൻ്റെ സവിശേഷതയാണ്. ഇവയെല്ലാം ചേർന്നതാണ് നമ്മുടെ ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറയുന്നത്. ഇതെല്ലാമാണ് ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകൾ. ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ പ്രതിബദ്ധതയുടെ മറ്റൊരു സവിശേഷതയാണ് നമ്മൾ പറഞ്ഞ ഫെഡറൽ ഘടന, ഇന്ത്യയുടെ ഫെഡറൽ ഘടന. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? രാഷ്ട്രത്തിൻ്റെ അധികാരങ്ങളെല്ലാം ഒരിടത്ത് തന്നെ ഉറച്ച് അല്ലെങ്കിൽ ഒരിടത്ത് തന്നെ കേന്ദ്രീകരിക്കാതെ അവ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമിടയിൽ വിഭജിച്ച് നൽകുന്ന ഒരു സമീപനമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ അധികാര വിഭജനം നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത് പട്ടിക 7 നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യൂണിയൻ ലിസ്റ്റ്,
സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവ അടങ്ങുന്ന ഈ ഒരു 7ാം പട്ടിക, ഡിവിഷൻ ഓഫ് പവേഴ്സ് 7ാം പട്ടികയിൽ പരാമർശിക്കുന്നു. നമ്മൾ അവയെക്കുറിച്ചൊന്ന് പഠിക്കാനായിട്ട് പോവാണ്. 7ാം പട്ടികയിൽ ഡിവിഷൻ ഓഫ് പവേഴ്സ് അല്ലെങ്കിൽ അധികാര വിഭജനത്തെക്കുറിച്ച് കൂടുതലായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 തരം ലിസ്റ്റുകളാണ് പ്രധാനമായിട്ടുമുള്ളത്. ഇവ കൂടാതെ റെസിഡ്യൂറി പവറും കൂടെ ഇവിടെ നിലവിലുണ്ട്. അപ്പോൾ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് അല്ലെങ്കിൽ സമവർത്തി ലിസ്റ്റ്, പിന്നീടുള്ളത് റെസിഡ്യൂറി പവർ, അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവയെക്കുറിച്ച് വിശദമായി നോക്കാം. യൂണിയൻ ലിസ്റ്റ് കേന്ദ്ര ഗവൺമെന്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ് ഇത്. യൂണിയൻ എന്ന് പറയുമ്പോൾ തന്നെ പേരിൽ നിന്ന് നമുക്ക് കിട്ടും കേന്ദ്ര ഗവൺമെന്റ്. ഇവിടെ അധികാരം കൂടുതലായും കേന്ദ്ര ഗവൺമെന്റിനാണ്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇതിൽ 97 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. യൂണിയൻ ലിസ്റ്റിൽ ഭരണഘടന നിലവിൽ വരുമ്പോൾ 97 വിഷയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഉദാഹരണത്തിന് വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം തുടങ്ങിയവയൊക്കെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ്. ഇവിടെ നിങ്ങൾ ഈ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എല്ലാം തന്നെ പഠിക്കേണ്ടതാണ്. കാരണം ഇതിൽ ഏതൊക്കെയാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്, ഏതൊക്കെയാണ് സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നൽകിയിരിക്കുന്നവ ആദ്യമേ പഠിച്ച് ഉറപ്പാക്കി വെക്കുക. ഓക്കെ, അടുത്തത് സംസ്ഥാന ലിസ്റ്റാണ്. സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങൾ ഉൾപ്പെടുന്ന പട്ടികയാണ് സംസ്ഥാന ലിസ്റ്റ് അഥവാ സ്റ്റേറ്റ് ലിസ്റ്റ്. തുടക്കത്തിൽ 66 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ കൃഷി, ജയിൽ, പോലീസ്, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയവയൊക്കെ സംസ്ഥാന ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടാവും, എങ്കിലും പറയാം. ഇപ്പോൾ കൃഷി, ജയിൽ, പോലീസ്, വിദേശകാര്യം എന്നിവയൊക്കെ തന്നിട്ട് ഇതിലേതാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്, ഏതാണ് സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് എന്ന രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നമുക്കിത് കൃത്യമായിട്ട് കിട്ടാൻ പാകത്തിന്, ആൻസർ ചെയ്യാൻ പാകത്തിന് നമ്മൾ പഠിച്ചിരിക്കണം. ഇപ്പോൾ സംസ്ഥാന ലിസ്റ്റ് എന്താണ്? സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ് സംസ്ഥാന ലിസ്റ്റ്. ഇനി സമവർത്തി ലിസ്റ്റ് അല്ലെങ്കിൽ കൺകറന്റ് ലിസ്റ്റ്. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങൾ ഉൾപ്പെടുന്നു. ഇതിൽ 47 വിഷയങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. 47 വിഷയങ്ങൾ അടങ്ങുന്നതായിരുന്നു കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന് ഉദാഹരണമാണ് വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹം, ജനന മരണ രജിസ്ട്രേഷനുകൾ തുടങ്ങിയവയൊക്കെ കൺകറന്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. അടുത്തതാണ് അവശേഷിക്കുന്ന അധികാരങ്ങൾ അല്ലെങ്കിൽ റെസിഡ്യൂറി പവേഴ്സ്. മേൽപ്പറഞ്ഞ 3 അധികാര പട്ടികകളിലും ഇവിടെ പറഞ്ഞതുപോലെ യൂണിയൻ ലിസ്റ്റോ സംസ്ഥാന ലിസ്റ്റോ അല്ലെങ്കിൽ കൺകറന്റ് ലിസ്റ്റിലോ ഉൾപ്പെടാത്ത വിഷയങ്ങൾ അവശേഷിക്കുന്ന അധികാരത്തിൽ ഉൾപ്പെടുന്നു. ഇവയെ നിയമനിർമ്മാണ അധികാരം, ഈ ഒരു റെസിഡ്യൂറി പവേഴ്സിൽ അധികാരം, നിയമനിർമ്മാണത്തിനുള്ള അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിനാണ് വരുന്നത്. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിനാണ് പ്രാധാന്യം കൂടുതലുള്ളത്. ഉദാഹരണം സൈബർ നിയമങ്ങളാണ്. ഇതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സൈബർ നിയമങ്ങൾ അവശേഷിക്കുന്ന അധികാരത്തിന് ഉദാഹരണമായി പറയാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? കേന്ദ്ര ഗവൺമെൻറ്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ളത് യൂണിയൻ ലിസ്റ്റിലാണ്. സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങൾ സംസ്ഥാന ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അധികാരമുള്ള വിഷയങ്ങളാണ് സമവർത്തി ലിസ്റ്റിൽ അല്ലെങ്കിൽ കൺകറന്റ് ലിസ്റ്റിലുള്ളത്. ഈ പറഞ്ഞ 3 അധികാര പട്ടികകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളാണ് അവശേഷിക്കുന്ന അധികാരങ്ങൾ അല്ലെങ്കിൽ റെസിഡ്യൂറി പവേഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ പോലെ കുറച്ച് തന്നിട്ടുണ്ട്, നോക്കാം. കേരളത്തിലേക്ക് പുതിയ തീവണ്ടി അനുവദിച്ചു. ഇന്ത്യ ശ്രീലങ്കയുമായി നയതന്ത്ര കരാറിൽ ഒപ്പുവെച്ചു. ബിരുദ കോഴ്സുകളുടെ ഘടന പരിഷ്കരിക്കുന്നു. ദേശീയ വനനയം പ്രഖ്യാപിച്ചു. ജയിൽ ചട്ടങ്ങൾ പരിഷ്കരിച്ചു. പുതിയ പോലീസ് നയം പ്രഖ്യാപിച്ചു. ഇവ നോക്കിയിട്ട് ഇവ ഏതൊക്കെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു എന്ന് അത് മനസ്സിലാക്കുന്നതിനായിട്ട് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, സമവർത്തി ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള കൃത്യമായ ധാരണ നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം പോലെയുള്ളവയൊക്കെ യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ഇവയിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. വിദേശകാര്യം വരുന്നുണ്ട്, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം പോലെയുള്ള കാര്യങ്ങളൊക്കെ എവിടെയാണ്? യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. സംസ്ഥാന ലിസ്റ്റിലേക്ക് വരുമ്പോൾ കൃഷി, ജയിൽ, പോലീസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇവയെല്ലാം വരുന്നത് സംസ്ഥാന ലിസ്റ്റിലാണ്.
ഇനി കൺകറന്റ് ലിസ്റ്റ്, സമവർത്തി ലിസ്റ്റിലേക്ക് വരുമ്പോൾ വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹം, ജനന മരണ രജിസ്ട്രേഷൻസ് ഇവയെല്ലാം വരുന്നത് സമവർത്തി ലിസ്റ്റിലും ആണ്. അപ്പോൾ ഏതൊക്കെ ലിസ്റ്റിൽ ഏതൊക്കെ വിഷയങ്ങൾ ഉൾപ്പെട്ടു എന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് കൃത്യമായിട്ടുണ്ടായിരിക്കണം. എടുത്ത് തന്നെ PSC ചോദിക്കാറുണ്ട്. അതുപോലെ മാച്ച് ദ ഫോളോയിങ് എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ബോക്സ് പട്ടിക 1, പട്ടിക 2 എന്നിങ്ങനെ തന്നിട്ട് മാച്ച് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. അങ്ങനെ വിവിധ തരത്തിൽ ഈ സബ്ജക്ട്സ് ചോദിക്കാറുണ്ട്. ഒത്തിരി ഉണ്ട്, എങ്കിലും നമ്മൾ ഇതിനെക്കുറിച്ചൊരു ധാരണ വരുത്തിയെടുക്കുന്നത് നല്ലതായിരിക്കും. എന്തെങ്കിലും കോഡൊക്കെ ഉപയോഗിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അധികാരം വേർതിരിക്കൽ. അപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ളത് ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നിന്ന് നടത്തിയിട്ടുള്ള പ്രസംഗമാണ്. ഭരണഘടന ഒരു മൗലിക രേഖയാണ്. ഭരണകൂടത്തിന്റെ 3 ഘടകങ്ങളായിട്ടുള്ള എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ എന്നിവയുടെ സ്ഥാനവും അധികാരവും അത് നിർവചിച്ചിട്ടുണ്ട്. ഭരണഘടനയുടെ ലക്ഷ്യം ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല, അവയുടെ അധികാരം പരിമിതപ്പെടുത്തുക എന്നതാണ്. കാരണം ഘടകങ്ങളുടെ അധികാരത്തിന്മേൽ ഒരു പരിമിതിയും ഏർപ്പെടുത്തിയിട്ടില്ല എങ്കിൽ സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യവും പൂർണ്ണമായ അടിച്ചമർത്തലും ഉണ്ടാകും എന്നാണ് ഡോക്ടർ BR അംബേദ്കർ ഇവിടെ നൽകിയിട്ടുള്ള പ്രസംഗമെന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം, ഇത്തരത്തിൽ അധികാരങ്ങൾ വൃഥ നൽകിയാൽ മാത്രം പോരാ, പരിമിതപ്പെടുത്തുന്നവയും കൂടെ ആവണം. എങ്കിൽ മാത്രമേ, അധികാരത്തിന്മേൽ ഒരു പരിമിതിയും ഇല്ലെങ്കിൽ അവിടെ ഒരു സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യം അല്ലെങ്കിൽ പൂർണ്ണമായ അടിച്ചമർത്തലും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഒരു അധികാര വേർതിരിവും അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളും മറ്റു കാര്യങ്ങളും ആവശ്യമാണ്. ഇന്ത്യൻ ഫെഡറലിസം എന്നത് ജനാധിപത്യത്തെ ഗുണാത്മകമായി തന്നെ സ്വാധീനിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ജനാധിപത്യത്തിലെ വികേന്ദ്രീകരണത്തിന് ഫെഡറലിസം സഹായകരമാകുന്നു. അപ്പോൾ ഇവിടെ മേലെ പരാമർശിച്ചിട്ടുള്ള 3 വിഭാഗമാണ്: നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. നമ്മളിവിടെ പ്രസംഗത്തിൽ കണ്ട എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ ആണ് ഇവിടെ താഴെ നൽകിയിട്ടുള്ളത്. നമ്മുടെ ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്ന അധികാരം വേർതിരിക്കൽ സംവിധാനത്തെക്കുറിച്ച് ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ നിരീക്ഷണമാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ അധികാരം നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ കേന്ദ്രീകരിക്കുന്നത് തടയുന്നതിനും ജനാധിപത്യത്തെ പിന്തള്ളി ഏകാധിപത്യം കടന്നു വരാതിരിക്കാനും ഭരണഘടന പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ചർച്ചകളിൽ നിന്നാണ് പാർലമെന്ററി സംവിധാനവും ഫെഡറൽ ഘടനയും ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. അതായത് ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ അധികാരം നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ കേന്ദ്രീകരിക്കുന്നത് തടയുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. ജനാധിപത്യത്തെ പിന്തള്ളിക്കൊണ്ട് ഏകാധിപത്യം കടന്നു വരാതിരിക്കാനും നമ്മുടെ ഭരണഘടന ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നിവയുടെ ഘടനയും അധികാരങ്ങളും ചുമതലകളും എങ്ങനെയൊക്കെയാണ് വിഭജിച്ചിട്ടുള്ളത് എന്നാണ് നോക്കേണ്ടത്. ആദ്യം നിയമനിർമ്മാണ സഭ. നിയമനിർമ്മാണ സഭ, ലെജിസ്ലേച്ചർ. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര് പാർലമെന്റ് എന്നാണ്. പാർലമെന്റ് എന്നാണ് നിയമനിർമ്മാണ സഭ അറിയപ്പെടുന്നത്. രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ് ഈ പാർലമെന്റിന്റെ നിയമനിർമ്മാണ സഭയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കുക. ഇവിടെ വിവിധങ്ങളായിട്ടുള്ള ജനാഭിലാഷങ്ങളെ മുൻനിർത്തിയും കാലാനുസൃതമായ പരിവർത്തനങ്ങളെ സാധ്യമാക്കുന്നതിനും പുതിയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. അപ്പം എന്തൊക്കെ തരത്തിലാണ്? വിവിധങ്ങളായിട്ടുള്ള ജനങ്ങളുടെ അഭിലാഷങ്ങളെ മുൻനിർത്തിക്കൊണ്ടും കാലാനുസൃതമായ മാറ്റങ്ങൾക്കനുസൃതമായിട്ടുള്ള നിയമങ്ങളും അതുപോലെ പുതിയ ലക്ഷ്യങ്ങളൊക്കെ സാക്ഷാത്കരിക്കുന്നതിനും വേണ്ടിയുള്ള നിയമങ്ങളൊക്കെ പാർലമെന്റിൽ നിർമ്മിക്കപ്പെടാറുണ്ട്. ലോക്സഭ, രാജ്യസഭ എന്നിങ്ങനെ 2 സഭകളാണ് ഇന്ത്യൻ പാർലമെന്റിലുള്ളത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ് പാർലമെന്റിൻ്റെത്. ഇവിടെ ഏറ്റവും
വലിപ്പവും വൈവിധ്യവുമുള്ള രാജ്യങ്ങൾ സാധാരണയായി അവയുടെ ദേശീയ നിയമനിർമ്മാണ സഭയിൽ 2 സഭകൾ പൊതുവെ സ്ഥാപിക്കാറുണ്ട്. നമ്മുടെ രാജ്യം വലിയ വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യമായതുകൊണ്ട് തന്നെ നമ്മുടേത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. രാജ്യത്തെ എല്ലാ വൈവിധ്യങ്ങളെയും, അതായത് ജനങ്ങളെയും പ്രദേശങ്ങളെയും എല്ലാം തന്നെ പ്രതിനിധാനം ചെയ്യുന്നതിനാണ് ഈ ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നമ്മെ സഹായിക്കുന്നത്. ഇത് കൂടാതെ ജനാധിപത്യപരമായിട്ടുള്ള ചർച്ചകളും സംവാദങ്ങളും സാധ്യമാക്കുന്നതിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇത്തരത്തിൽ ജനാധിപത്യപരമായിട്ടുള്ള ചർച്ചകളും സംവാദങ്ങളും ഒക്കെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ സാധ്യമാക്കി തരികയാണ് ചെയ്യുന്നത്. സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭകളാണ്. സംസ്ഥാന തലത്തിൽ നിയമനിർമ്മാണ സഭകളാണ് നിയമനിർമ്മാണം നടത്തുന്നത്. അപ്പം ഇന്ത്യൻ പാർലമെന്റ് എന്നത് ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയാണ്. ഇനി ഇന്ത്യൻ പാർലമെന്റിന്റെ ചുമതലകളാണ്. പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്തൊക്കെയാണ്? എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക, ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക. ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക എന്നത് പാർലമെന്റിന്റെ മറ്റൊരു ചുമതലയാണ്. ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ചുമതലയായി പറയാവുന്നതാണ്. നിയമനിർമ്മാണം പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ്. പൊതുഖജനാവിന്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക എന്നതും പ്രധാനപ്പെട്ട ചുമതലകളിൽ ഉൾപ്പെടുന്നതാണ്. നിയമനിർമ്മാണം, പൊതുഖജനാവിന്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക, ഇംപീച്ച്മെന്റ് നടപടികളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും പാർലമെന്റിന്റെ പ്രധാന ചുമതലകളാണ്. അപ്പം അങ്ങനെ പാർലമെന്റിന്റെ പ്രധാന ചുമതലകളൊക്കെ നമ്മൾ കണ്ടു. പാർലമെന്റിന്റെ ഇരു സഭകളായിട്ടുള്ള ലോകസഭയും രാജ്യസഭയും അവയെക്കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത്. ലോകസഭ പാർലമെന്റിന്റെ അധോമണ്ഡലമാണ് ലോകസഭ. പാർലമെന്റിന്റെ അധോമണ്ഡലമാണ് ലോകസഭ. ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ജനങ്ങൾ നേരിട്ടാണ് ലോകസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 25 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് ലോകസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. ഇതെല്ലാം തന്നെ PYQs ആണ് കേട്ടോ. അപ്പോൾ 25 വയസ്സ്, എത്ര വയസ്സാണെന്നുള്ളത് ചോദിക്കാറുണ്ട്. 25 വയസ്സ് പൂർത്തിയായ ഏതൊരു ഇന്ത്യൻ പൗരനും ലോകസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. ഇനി ലോകസഭയുടെ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. 5 വർഷമാണ് ലോകസഭയുടെ കാലാവധി എന്ന് പറയുന്നത്. ലോകസഭയുടെ പരമാവധി അംഗബലം 550 ആണ്. എന്നാൽ നിലവിൽ 2023 തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് 543 അംഗങ്ങളെയാണ്. ലോകസഭയിലെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരുകളുടെ രൂപീകരണവും നിലനിൽപ്പും സാധ്യമാകുന്നത്. അപ്പോൾ ഇവിടെ അംഗങ്ങൾ, എത്ര അംഗങ്ങൾ, പരമാവധി അംഗബലം ലോകസഭയിൽ വരുന്നത് 550 ആണ്. എന്നാൽ 2023 തിരഞ്ഞെടുപ്പ് പ്രകാരം 543 അംഗങ്ങളാണ് ഇപ്പോൾ ലോകസഭയിൽ ഉള്ളത്. ഇവിടെ ലോകസഭയിലെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ആർക്കാണോ ഭൂരിപക്ഷം ലഭിച്ചിട്ടുള്ളത് അവരുടെ പാർട്ടി ആയിരിക്കും അവിടെ സർക്കാർ അല്ലെങ്കിൽ ഗവൺമെന്റ് രൂപീകരിക്കുന്നതും. അതിനനുസരിച്ചാണ് അവരുടെ നിലനിൽപ്പും വരുന്നത്. ക്ലിയർ ആണല്ലോ? എന്നാൽ ഇവിടെ ഒരു പാർട്ടിക്കോ ഒരു സഖ്യത്തിനോ സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലോ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിക്കോ സഖ്യത്തിനോ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലോ രാജ്യം ഒരു പൊതു തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ്. ലോകസഭയുടെ അധ്യക്ഷൻ ആരാണ്? സ്പീക്കറാണ്. ലോകസഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. ധനപരമായ വിഷയങ്ങളിൽ ലോകസഭയ്ക്ക് രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരങ്ങളുണ്ട്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചാൽ തെറ്റിക്കരുത്. ധനപരമായിട്ടുള്ള വിഷയങ്ങളിൽ ലോകസഭയ്ക്ക് രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരങ്ങളുണ്ട്. ധനബില്ലും അവിശ്വാസ പ്രമേയവും അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്. ഇത് ലോകസഭയുടെ ഒരു പ്രത്യേകതയായി പറയാവുന്നതാണ്. ധനബില്ല് അവതരിപ്പിക്കുന്നതും അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതും ലോകസഭയിലാണ്. ലോകസഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. ധനപരമായിട്ടുള്ള വിഷയങ്ങളിൽ ലോകസഭയ്ക്ക് രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരങ്ങളും ഉണ്ട്. ഇനി രാജ്യസഭ.
പാർലമെന്റിലെ ഉപരിസഭയാണ് രാജ്യസഭ. ജനസംഖ്യാനുപാതികമായിട്ട് സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ള സഭയാണ് ഈ പറഞ്ഞ ഉപരിസഭയായിട്ടുള്ള രാജ്യസഭ. ഇവിടെ സംസ്ഥാനങ്ങൾക്കാണ് പ്രാധാന്യം. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ ജനങ്ങൾ നേരിട്ടല്ല, ലോകസഭയിൽ പറഞ്ഞതുപോലെ നേരിട്ടല്ല അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഇവിടുത്തെ പ്രായപരിധി എത്രയാണ്? 30 വയസ്സാണ്. 30 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. 30 വയസ്സായ ഏതൊരു ഇന്ത്യൻ പൗരനും രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു വയസ്സിൻ്റെ വ്യത്യാസം ഇവിടെ മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ 30 വയസ്സാണ്, രാജ്യസഭയിൽ 30 വയസ്സും ലോകസഭയിൽ 25 വയസ്സുമാണ് പ്രായപരിധി പറഞ്ഞിട്ടുള്ളത്. ഇനി രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ പിരിച്ചുവിടുന്നില്ല. എന്നാൽ രാജ്യസഭയിലെ അംഗങ്ങൾ 6 വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നുണ്ട്. അതായത് അവരുടെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷമാണ്. രാജ്യസഭാംഗങ്ങളുടെ കാലാവധി, രാജ്യസഭയുടെ അല്ല, രാജ്യസഭാംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുകയും ആ ഒഴിവിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നു. രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുന്നുണ്ട്. ആ ഒരു ഒഴിവിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയും ഇതിങ്ങനെ റിപ്പീറ്റഡ് പ്രോസസ്സായി മുന്നോട്ട് പോവുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ രാജ്യസഭ എന്ന് പറയുന്നത് സ്ഥിരം സഭയാണ്. രാജ്യസഭാംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷമാണ്. ഓക്കെ, ഇവിടെ രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ആ വേക്കൻസി പിന്നീട് തിരഞ്ഞെടുപ്പിലൂടെ ഫില്ല് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. ഇനി ഇവിടുത്തെ പരമാവധി അംഗസംഖ്യ അല്ലെങ്കിൽ അംഗബലം, രാജ്യസഭയുടെ പരമാവധി അംഗബലം എന്നത് 250 ഇതിൽ 238 പേരെ തിരഞ്ഞെടുക്കുകയും 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുകയുമാണ് ചെയ്യുന്നത്. രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നു 12 പേരെ. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? രാജ്യസഭയിൽ നിന്നാണ്. ശ്രദ്ധിക്കണം, ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് രാജ്യസഭയിൽ നിന്നാണ്. ഇത് കൂടാതെ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്തുന്നതിനുള്ള അധികാരം രാജ്യസഭയിൽ നിക്ഷിപ്തമാണ്. സ്റ്റേറ്റ്മെൻ്റായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്തുന്നതിനുള്ള അധികാരം രാജ്യസഭയിൽ നിക്ഷിപ്തമാണ്. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് രാജ്യസഭയിൽ നിന്നാണ്. സ്റ്റേറ്റ്മെൻറ്റ്സ് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ രാജ്യസഭയെക്കുറിച്ചും ലോകസഭയെക്കുറിച്ചും പഠിച്ചു അല്ലേ? ഒരുപാട് പുതിയ കാര്യങ്ങൾ കേട്ടതുപോലെ തോന്നുന്നുണ്ടാവും. ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവ തമ്മിലുള്ള ഒരു താരതമ്യ പഠനം നടത്തുക എന്നതാണ്. എങ്ങനെയാണ് ലോകസഭയിൽ, എങ്ങനെയാണ് രാജ്യസഭയിൽ എന്ന രീതിയിൽ ഒരു താരതമ്യ പഠനം നടത്തുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇത് ക്ലിയർ ആയിരിക്കും. അപ്പോൾ പഠിക്കാൻ എളുപ്പമുണ്ടായിരിക്കും. നമുക്ക് പറഞ്ഞു നോക്കാം. ലോകസഭ അധോസഭ എന്ന് അറിയപ്പെടുന്നു. രാജ്യസഭ ഉപരിസഭ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കാര്യം വരുമ്പോൾ ലോകസഭയിൽ എങ്ങനെയാണ്? നേരിട്ടാണ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. നേരിട്ട് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നു. എന്നാൽ രാജ്യസഭയിലേക്ക് എങ്ങനെയാണോ? രാജ്യസഭയിലേക്ക് നേരിട്ടല്ല അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അല്ലേ? ഇനി വയസ്സ്, പ്രായപരിധി നോക്കുകയാണെങ്കിൽ ലോകസഭയിൽ എത്രയാണ്? 25 വയസ്സ് പൂർത്തിയായവർക്ക് മത്സരിക്കാനാകുമെന്ന് പറയുന്നുണ്ട്. രാജ്യസഭയിൽ എത്രയാണ്? 30 വയസ്സാണ്. കാലാവധി നോക്കുമ്പോൾ ലോകസഭയുടെ കാലാവധി 5 വർഷമാണ്. ഇവിടെ രാജ്യസഭ സ്ഥിരം സഭയാണ്. കാലാവധി വരുന്നത് രാജ്യസഭ അംഗങ്ങൾക്കാണ്. ഓക്കെ, ഇനി അധ്യക്ഷൻ ആരാണ് അധ്യക്ഷനായിട്ട് വരുന്നത്? ലോകസഭയുടെ അധ്യക്ഷൻ ആരാണ്?
സ്പീക്കറാണ്. സ്പീക്കർ, ലോകസഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. പിന്നെ നമുക്ക് പറയാം അംഗസംഖ്യ എത്രയാ പറഞ്ഞത്? പരമാവധി അംഗസംഖ്യ ലോകസഭയിൽ എത്രയാണ്? 550 നമ്മൾ പറഞ്ഞു. അതുപോലെ രാജ്യസഭയിൽ എത്രയാണ് പരമാവധി അംഗസംഖ്യ? 250 ആണ്. പിന്നെ ഇവിടെ പ്രധാനമായിട്ട് ഈ പറഞ്ഞ സർവീസുകൾ സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യവും അതുപോലെ അവിശ്വാസ പ്രമേയവും ധനബില്ലും അവതരിപ്പിക്കുന്ന കാര്യവും, ഈ ഒരു കാര്യമാണ് ഇവിടെ വ്യത്യാസം വന്നിട്ടുള്ളത്. ഇവ രണ്ടും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ? അപ്പം നമ്മളത് പഠിച്ചു. ഇനി നിയമനിർമ്മാണം ഇന്ത്യയിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. നമ്മൾ പറഞ്ഞതുപോലെ നിയമനിർമ്മാണമാണ് പാർലമെന്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിയമനിർമ്മാണ പ്രക്രിയയിൽ ഭരണഘടന അനുശാസിക്കുന്നതും പിന്നീട് രൂപപ്പെട്ടു വന്നതുമായിട്ടുള്ള നിരവധി നടപടിക്രമങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നിയമം നിർമ്മിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഭരണഘടന അനുശാസിക്കുന്നതായിട്ടുള്ളതും പിന്നീട് രൂപപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള ധാരാളം നടപടിക്രമങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ നടപടിക്രമങ്ങളുണ്ട് എന്ന് പറയുമ്പോഴും ഇതൊരു കേവലം ഒരു സാങ്കേതിക പ്രക്രിയ മാത്രമല്ല. ഈ നിയമനിർമ്മാണം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രക്രിയ കൂടിയാണ്. സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങളോട് സർക്കാരിൻ്റെ പ്രതികരണമാണ് നിയമങ്ങൾ എന്നുള്ളത്. ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കുക എന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വവും കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സമൂഹത്തിലെ തന്നെ വിവിധ കോണുകളിൽ നിന്നുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങളോടുള്ള സർക്കാരിൻ്റെ പ്രതികരണങ്ങൾ നിയമങ്ങളിലൂടെയാണ് പുറത്തു വരുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുന്നതിൻ്റെ ഭാഗമായും ഭരണപ്രക്രിയയിൽ കൂടുതൽ സുഗമമാക്കുന്നതിനായും നിയമനിർമ്മാണം നടത്താറുണ്ട്. ഇപ്പോൾ ഇലക്ഷൻ സമയത്തൊക്കെ ധാരാളം വാഗ്ദാനങ്ങളൊക്കെ നടത്താറുണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാർ. അപ്പോൾ അവർ വിജയിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒരു പരിധി വരെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നടത്തിത്തരും അല്ലേ. അപ്പോൾ അത്തരത്തിലും ഇവിടെ നിയമം നിർമ്മിക്കപ്പെടാറുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുന്നു എന്ന രീതിയിലും നിയമം നടത്താറുണ്ട്, അല്ലെങ്കിൽ നിയമനിർമ്മാണം നടത്താറുണ്ട്. അതുപോലെ ഭരണപ്രക്രിയ കൂടുതൽ എളുപ്പമാക്കാൻ ആവശ്യമായിട്ടുള്ള നിയമങ്ങളും ഇവിടെ നിർമ്മിക്കപ്പെടാറുണ്ട്. അങ്ങനെ അപ്പോൾ നമ്മളിവിടെ നിയമം നിർമ്മിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നിയമനിർമ്മാണം എന്ന് പറയുന്നത് ആദ്യം ഇവിടെ ഒരു അനുമതി ആവശ്യമാണ്, പിന്നീട് ഇതൊരു ബില്ലായി തയ്യാറാക്കപ്പെടും, പിന്നെയാണ് അവ ചർച്ചയായി നിയമമായിട്ട് മാറുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു നിയമനിർമ്മാണത്തിന് മന്ത്രിസഭയുടെ അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ, മന്ത്രിസഭ അംഗീകാരം നൽകിയാൽ ബന്ധപ്പെട്ട മന്ത്രാലയത്തിൻ്റെ ഏത് നിയമവുമായി ബന്ധപ്പെട്ടതാണോ ആ ഒരു നിയമവുമായി ബന്ധപ്പെട്ട ഒരു മന്ത്രാലയത്തിൻ്റെ മേൽനോട്ടത്തിലും നിർദ്ദേശങ്ങൾക്കും അനുസൃതമായി ഉദ്യോഗസ്ഥരാണ് നിയമത്തിൻ്റെ കരട് രൂപമായിട്ടുള്ള ബില്ല് തയ്യാറാക്കുന്നത്. അങ്ങനെ ബില്ലുകൾ തയ്യാറാക്കുമ്പോൾ ഈ ബില്ലുകൾ എന്ന് പറയുന്നത് വിവിധ തരത്തിലുണ്ട്. അതായത് ഗവൺമെൻറ് ബില്ല് അല്ലെങ്കിൽ സ്വകാര്യ ബില്ല്, അങ്ങനെ ഒരുപാട് ബില്ലുകളുണ്ട്. ധനബില്ലുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരുന്ന പോലെ മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലുകളാണ് ഗവൺമെൻറ് ബില്ലുകൾ. മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലിനെ ഗവൺമെൻറ് ബില്ല് എന്ന് പറയുന്നു. മന്ത്രി അല്ലാത്ത പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലിനെ സ്വകാര്യ ബില്ല് എന്നാണ് പറയുന്നത്. രണ്ട് തരത്തിലുള്ള ബില്ല് പഠിച്ചില്ലേ. മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലിനെ ഗവൺമെന്റ് ബില്ല് എന്ന് പറയുന്നു. മന്ത്രി അല്ലാത്ത അംഗം അവതരിപ്പിക്കുന്ന ബില്ലിനെ സ്വകാര്യ ബില്ല് എന്നാണ് പറയുന്നത്. ഇത് കൂടാതെ പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണവും ചെലവഴിക്കലും സംബന്ധിച്ച ബില്ലുകളെ ധനബില്ലുകൾ എന്ന് പറയുന്നു. ധനബില്ലുകൾ, അതായത് പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണവും ചെലവഴിക്കലും പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പണം, ധനം, സാമ്പത്തികവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബില്ലുകളെയാണ് നമ്മൾ ധനബില്ലുകൾ എന്ന് പറയുന്നത്. ധനബില്ല് ലോകസഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. നമ്മൾ ലോകസഭ പഠിച്ചപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ധനപരമായിട്ടുള്ള വിഷയങ്ങളിൽ ലോകസഭയ്ക്ക് രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരങ്ങളുണ്ട്. ധനബില്ല് അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ധനബില്ലുകൾ ലോകസഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് വരാം, ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ധനബില്ല് ലോകസഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. ധനബില്ലുകൾ അല്ലാത്തവയാണ് ധനേതര ബില്ലുകൾ. ധനബില്ലുകൾ ആണോ അല്ലയോ എന്ന് ആര് തീരുമാനിക്കും?
ലോകസഭയിൽ അവതരിപ്പിക്കുന്നത് കൊണ്ട് ലോക്സഭ സ്പീക്കറാണ് ഇത്. ഏതൊരു ബില്ല് വരുമ്പോൾ അത് മണി ബില്ലാണോ അല്ലയോ, അതായത് ധനബില്ലാണോ അല്ലെങ്കിൽ ധനേതര ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ അധികാര പരിധിയിൽ വരുന്നതാണ് കേട്ടോ. അങ്ങനെ ഭരണഘടനാ ഭേദഗതി ബില്ലുകളും സാധാരണ ബില്ലുകളും ധനേതര ബില്ലുകളായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ ബില്ലുകൾ ഏതാണ് എന്ന് മനസ്സിലാക്കി. ഇനി അത്തരത്തിൽ ബില്ലുകൾ രൂപപ്പെട്ട് കഴിഞ്ഞു, അല്ലെങ്കിൽ ബില്ല് തയ്യാറാക്കി. ഇനി ഈ ബില്ല് നിയമമാകണ്ടേ, അതിനായിട്ടുള്ള വിവിധ ഘട്ടങ്ങളാണ്. അപ്പോൾ 3 വായനകളാണ് വരുന്നത്. ഇതെല്ലാം തന്നെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. 3 വായനകൾ വരുന്നുണ്ട്. ഒന്നാമത്തെ വായനയിൽ എന്താണ്, ധനബില്ല് അല്ലാത്ത ഏതൊരു ബില്ലും ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ വായന. രണ്ടാമത്തെ വായനയിൽ ഈ ഒരു ഘട്ടത്തിൽ ബില്ല് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ സഭയിൽ തന്നെ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നു. കമ്മിറ്റി ഘട്ടം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. മാറ്റങ്ങളോ ഭേദഗതികളോ ഒക്കെ പരിഗണിക്കുന്നത് ഈ ഒരു രണ്ടാമത്തെ വായനയിലാണ്. ഒന്നാമത്തെ വായനയിൽ ധനബില്ലല്ലാത്ത ഏതൊരു ബില്ലാണ്. ഇവിടെ ധനബില്ല് വരുന്നില്ല, ധനബില്ലില്ല. മറ്റേതെങ്കിലും ഒരു ബില്ല് ഇരു സഭകളിലും ഏതെങ്കിലും ഒന്നിലായിരിക്കും. മന്ത്രിയാവാം അല്ലെങ്കിൽ സ്വകാര്യ അംഗമാകാം, ആര് വേണമെങ്കിലും അവതരിപ്പിക്കപ്പെടാം ഒന്നാമത്തെ വായനയിൽ. രണ്ടാമത്തെ വായനയിൽ ഈ അവതരിപ്പിച്ച ഈ ഒരു ബില്ല് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ അല്ലെങ്കിൽ ആ ഒരു സഭയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുകയോ ആണ് ചെയ്യുന്നത്. ഇതിനെ കമ്മിറ്റി ഘട്ടം എന്ന് പറയുന്നു. രണ്ടാമത്തെ വായനയെ കമ്മിറ്റി ഘട്ടം എന്ന് പറയുന്നുണ്ട്. ഈ രണ്ടാമത്തെ വായനയിലാണ് ഈ ബില്ലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ ഭേദഗതി വരുത്തണോ എന്ന രീതിയിലൊക്കെ ചർച്ചകൾ വരുന്നതും അത്തരത്തിൽ വരുന്ന മാറ്റങ്ങളോ ഭേദഗതികളോ ഒക്കെ സ്വീകരിക്കുകയും ചെയ്യുന്നത്. മൂന്നാമത്തെ വായന വരുമ്പോൾ ബില്ല് അംഗീകരിക്കപ്പെടാം അല്ലെങ്കിൽ നിരസിക്കപ്പെടാം. ഒരു തീരുമാനമാകുന്ന ഘട്ടമാണ് മൂന്നാമത്തെ വായന എന്ന് പറയുന്നത്. ബില്ല് ആദ്യം അവതരിപ്പിച്ച സഭയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഇതേ പ്രക്രിയ രണ്ടാമത്തെ സഭയിലും ആവർത്തിക്കപ്പെടുന്നു. ഇവിടെ ധനബില്ല് ഉൾപ്പെടുന്നില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് തന്നെ എവിടെയാണ്, ലോകസഭയിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ധനബില്ല് വരുന്നില്ല എന്നുള്ളത് ഓർക്കണം കേട്ടോ. അപ്പോൾ ബില്ല് ആദ്യം അവതരിപ്പിച്ചപ്പോൾ ഒരു സഭയിൽ, ഇപ്പോൾ രാജ്യസഭയാവട്ടെ ലോക്സഭയാവട്ടെ, അവിടെ അവതരിപ്പിക്കുന്നു. ഇത്തരത്തിൽ 1, 2, 3 വായന എന്നിങ്ങനെ 3 തരത്തിലൂടെ ഈ ഒരു ബില്ല് കടന്നു പോവുകയും അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നു. അപ്പം ഇവിടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ രണ്ടാമത്തെ സഭയിലും ആവർത്തിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇരു സഭകളും അംഗീകരിക്കപ്പെടുന്ന പക്ഷം ഈ ഒരു ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കപ്പെടുന്നു. ഇപ്പോൾ ലോകസഭയിൽ ഒരു ബില്ല് സമർപ്പിച്ചു, ലോകസഭയിൽ ഇത്തരത്തിൽ 3 വായനകൾ കഴിഞ്ഞു, അവിടെ നിന്ന് അംഗീകരിക്കപ്പെട്ടു, രാജ്യസഭയിലേക്ക് പോയി, രാജ്യസഭയിലും ഈ പറയുന്ന ഘട്ടങ്ങളിലൂടെ നടപടിക്രമങ്ങളിലൂടെ കടന്നു വന്ന ഒരു ബില്ല് അംഗീകരിക്കപ്പെട്ടു. അങ്ങനെ ഇരു സഭകളിലും അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ ആ ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കപ്പെടും. അങ്ങനെ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നതോടെ ആ ഒരു ബില്ല് നിയമമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് നിയമനിർമ്മാണം നമ്മുടെ ഇന്ത്യയിൽ സാധ്യമാകുന്നത്. ഇനി ഭരണഘടന ഭേദഗതിയിലേക്ക് നിയമങ്ങൾ നിർമ്മിച്ചു, നമുക്ക് വേണ്ട രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ അടിസ്ഥാന ഘടനയല്ലാതെ ബേസിക് സ്ട്രക്ചർ അല്ലാതെ മറ്റു കാര്യങ്ങൾ മാറ്റം വരുത്താനുള്ള സംവിധാനം നമ്മുടെ ഭരണഘടനയിലുണ്ട്. അപ്പോൾ ഭരണഘടനാ ഭേദഗതി നോക്കാം. ഇവിടെ തന്നിട്ടുള്ളത് 61ാം ഭരണഘടനാ ഭേദഗതിക്ക് അംഗീകാരം. 18 വയസ്സ് പൂർത്തിയായാൽ ഇനി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം. 86ാം ഭരണഘടനാ ഭേദഗതിക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം. വിദ്യാഭ്യാസം ഇനി മൗലിക അവകാശം. 101ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ചരക്ക് സേവന നികുതി GST നിലവിൽ വന്നു. ഇവിടെ വിവിധ തരം ഭേദഗതികളും അതുപോലെ അവയുടെ എന്താണ് ആ ഭേദഗതിയിലൂടെ നമുക്ക് ലഭ്യമായിട്ടുള്ളത് എന്നുമാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് വിശദമായി ഭേദഗതികളിലേക്ക് കടക്കാം. ഭരണഘടനയിൽ തിരുത്തലുകളോ ഒഴിവാക്കലുകളോ കൂട്ടിച്ചേർക്കലുകളോ വരുത്തുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നിയമത്തിലോ മറ്റു കാര്യത്തിലോ നമുക്ക് മാറ്റം വരുത്തണം, അല്ലെങ്കിൽ അവിടെ ഒരു തിരുത്തലുകൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ ചില ഒഴിവാക്കലുകൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ ചിലത് കൂട്ടിച്ചേർക്കണം. ഇത്തരത്തിൽ എന്ത് തരം മാറ്റങ്ങൾ വന്നാലും അതിനെ നമ്മൾ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നു.
ഇവിടെ സാമൂഹിക രാഷ്ട്രീയ ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് കാലാനുസൃതമായി ഭരണഘടനയിൽ മാറ്റം വരുത്തുന്നതിനായിട്ട് ഈ പറഞ്ഞ ഭേദഗതി പ്രക്രിയ സഹായകരമാകുന്നുണ്ട്. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കാനോ അത്തരത്തിൽ മാറ്റങ്ങൾ എന്തും തന്നെ വരുത്താൻ ഈ ഒരു ഭേദഗതി എന്നത് സഹായകരമാണ്. ഇന്ത്യയിൽ ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെന്റിൽ മാത്രമാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഇന്ത്യയിൽ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെന്റിൽ മാത്രമാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നത്? അനുച്ഛേദം 368 പ്രകാരമാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 368 പ്രകാരമാണ് പാർലമെന്റിന് ഭേദഗതിക്കുള്ള അധികാരം ലഭിക്കുന്നത്. ആർട്ടിക്കിൾ 368 ആണ്. ആർട്ടിക്കിൾ 368. ഈ ഒരു ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കണം. അങ്ങനെ ആവശ്യമുണ്ടോ ആവശ്യമില്ലയോ എന്ന രീതിയിൽ ചോദിക്കാവുന്നതാണ്. ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. ട്രൂ ഓർ ഫോൾസ് എന്ന രീതിയിലും ചോദിക്കാം. ഏതാണ് ശരി, ഏത് ശരിയല്ല എന്ന രീതിയിലൊക്കെ മാർക്ക് ചെയ്യാൻ ചോദിച്ചേക്കാം. അപ്പോൾ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. ഭരണഘടനാ ഭേദഗതി ബില്ല് നിയമമാകണമെങ്കിൽ ഇരുസഭകളുടെയും അംഗീകാരം അനിവാര്യമാണ്. ഭരണഘടനാ ഭേദഗതി ബില്ല് നിയമമാകണം എങ്കിൽ ഇരുസഭകളുടെയും ലോക്സഭയുടെയും രാജ്യസഭയുടെയും അംഗീകാരം അനിവാര്യമാണ്. ഇങ്ങനെ ഇരുസഭകൾക്കുമിടയിൽ ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേൽ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി സംയുക്ത സമ്മേളനം പോലെയുള്ള നടപടിക്രമം ഇവിടെ ഇല്ല. സാധാരണയായി ഒരു ബില്ലിന്മേൽ തർക്കങ്ങൾ വരികയാണെങ്കിൽ അവിടെ സംയുക്ത സമ്മേളനം ഉണ്ടായിരിക്കും. എന്നാൽ ഭേദഗതി ബില്ലിന്റെ കാര്യത്തിൽ ഇരുസഭകൾക്കുമിടയിൽ ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേൽ തർക്കങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കുന്നതിനായിട്ട് സംയുക്ത സമ്മേളനം പോലെയുള്ള നടപടിക്രമങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതും ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതി നിയമം ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണ് എന്ന് കണ്ടെത്തിയാൽ ആ നിയമത്തെ അസാധുവാക്കുവാൻ ജുഡീഷ്യറിക്ക് അധികാരവും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഭരണഘടനാ ഭേദഗതി നിയമം കൊണ്ടുവരുന്നു എന്നതുകൊണ്ട് അത് പാസ്സാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ കാണുന്ന പക്ഷം ആ ഒരു ഭരണഘടനാ ഭേദഗതി നിയമത്തിൽ ഭരണഘടനയുടെ ഏതെങ്കിലും വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമായി എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ ആ നിയമത്തെ അസാധുവാക്കുവാനും നമ്മുടെ ജുഡീഷ്യറിക്ക് അധികാരം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഭരണഘടന ഭേദഗതി വിവിധ തരത്തിലാണ് മാറ്റങ്ങൾ വരുത്തുന്നതിനായിട്ടുള്ള പ്രക്രിയകൾ ഉള്ളത്. എങ്ങനെയൊക്കെയാണ് ഭരണഘടനാ ഭേദഗതിയുടെ രീതികൾ? 3 രീതികളാണ് പ്രധാനമായിട്ടും ഉള്ളത്. 1 അയവുള്ള ഭേദഗതി, 2 ദൃഢമായ ഭേദഗതി, 3 അതിദൃഢമായ ഭേദഗതി. നമ്മൾ പൊതുവെ പറഞ്ഞതുപോലെ ഇന്ത്യൻ ഭരണഘടന റിജിഡാണ്, അതുപോലെ ഫ്ലെക്സിബിളുമാണ്, അയവുള്ളതുമാണ്, ദൃഢമായിട്ടുള്ളതുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ നിയമങ്ങളും ഒരുപോലെ മാറ്റാൻ പറ്റില്ല, അതുപോലെ എല്ലാ നിയമങ്ങളും അത്ര എളുപ്പത്തിൽ മാറ്റാനും പറ്റില്ല. കുറച്ച് നടപടിക്രമങ്ങളുണ്ട്. അപ്പം അത്തരത്തിൽ ഭരണഘടനാ ഭേദഗതി നമുക്ക് 3 തരത്തിൽ നിലവിലുണ്ട്. അയവുള്ള ഭേദഗതി, ദൃഢമായ ഭേദഗതി, അതിദൃഢമായിട്ടുള്ള ഭേദഗതി. അങ്ങനെ അപ്പോൾ അയവുള്ള ഭേദഗതി എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ പാർലമെന്റിന് കേവല ഭൂരിപക്ഷത്തിലൂടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ നടപടിക്രമങ്ങൾ വഴി ഭേദഗതി ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ പാർലമെന്റിന് കേവല ഭൂരിപക്ഷത്തിലൂടെ ഈ വാക്ക് ശ്രദ്ധിക്കണം, കേവല ഭൂരിപക്ഷത്തിലൂടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ നടപടിക്രമങ്ങൾ വഴി ഭേദഗതി ചെയ്യാം. അതായത് അയവുള്ളതാണ്, ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് എളുപ്പത്തിൽ മാറ്റാം. സിമ്പിൾ മെജോറിറ്റിയിൽ കേവല ഭൂരിപക്ഷത്തിലൂടെ സാധാരണ ഒരു നിയമനിർമ്മാണം എങ്ങനെയാണോ അതുപോലൊരു പ്രോസസ്സിലൂടെ തന്നെ ഇവിടെ ഭേദഗതി ചെയ്യാനാകും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ പേര്, അതിൻ്റെ അതിരുകൾ, പൗരത്വം എന്നിവയൊക്കെ എളുപ്പത്തിൽ മാറ്റം വരുത്താവുന്നതക്ക വിധത്തിലുള്ള ചില വകുപ്പുകളാണ്. ഇനി രണ്ടാമത്തേത് ദൃഢമായ ഭേദഗതി. ചില പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഭേദഗതി വരുത്തുമ്പോൾ പാർലമെന്റിന് ഇരുസഭകളുടെയും
പ്രത്യേക ഭൂരിപക്ഷം, സ്പെഷ്യൽ മെജോറിറ്റി, പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. അതായത് ഇവിടെ പറഞ്ഞതുപോലെ കേവല ഭൂരിപക്ഷത്തിൽ, സിമ്പിൾ മെജോറിറ്റിയിൽ എല്ലാ കാര്യങ്ങളും സാധ്യമല്ല. ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ഇവിടെ ആവശ്യമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ മൗലിക അവകാശങ്ങളിൽ മാറ്റം കൊണ്ടുവരുമ്പോൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ പോലെയുള്ള പ്രധാനപ്പെട്ട ചില വകുപ്പുകളിൽ മാറ്റം കൊണ്ടുവരുമ്പോൾ എന്താണ്, ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. മറ്റൊന്നാണ് അതിദൃഢമായിട്ടുള്ള ഭേദഗതി. ചില അതിപ്രധാനമായ വകുപ്പുകൾ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും ഭൂരിപക്ഷത്തോടൊപ്പം, ഇവിടെ ഈ പറഞ്ഞതുപോലൊരു സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യമാണ്, ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. ഒപ്പം പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരവും ഇവിടെ ആവശ്യമാണ്. സ്പെഷ്യൽ മെജോറിറ്റി വിത്ത് സ്റ്റേറ്റ് റാറ്റിഫിക്കേഷൻ, സ്പെഷ്യൽ മെജോറിറ്റി വിത്ത് സ്റ്റേറ്റ് റാറ്റിഫിക്കേഷൻ ആണ് ഈ പറഞ്ഞ അതിദൃഢമായിട്ടുള്ള ഭേദഗതി. ഇവിടെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരവും അവിടെ ആവശ്യമാണ്. ഇതും ഉണ്ടെങ്കിൽ മാത്രമേ ഭേദഗതി ചെയ്യുവാനായിട്ട് കഴിയുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനങ്ങൾ, ജനപ്രാതിനിധ്യ നിയമങ്ങൾ തുടങ്ങിയവയൊക്കെ അതിദൃഢമായിട്ടുള്ള ഭേദഗതി പ്രക്രിയയിലൂടെ വേണം മാറ്റം വരുത്തുന്നതിനായിട്ട്. അപ്പോൾ ഇത്തരത്തിൽ ഭേദഗതി രീതികൾ 3 തരത്തിലാണ്. അപ്പോൾ ഇവയെല്ലാമാണ് പ്രധാനപ്പെട്ട ഭേദഗതി രീതികൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്കൊരു മനസ്സിലായോ എന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതിനായിട്ട് നൽകിയിട്ടുണ്ട്. സംസ്ഥാനങ്ങളുടെ പേര് മാറ്റം ഏതാണ്? അയവുള്ള ഭേദഗതിയാണ്. എളുപ്പത്തിലുള്ള കാര്യമാണ്, നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംസ്ഥാനങ്ങളുടെ പേരും മറ്റു കാര്യങ്ങളുമൊക്കെ അയവുള്ള ഭേദഗതിയിൽ ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. 86-ാം ഭരണഘടനാ ഭേദഗതി ഏതാണ്? 86-ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റുന്നു എന്ന വിധത്തിൽ നമ്മളിവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. 86-ാം ഭരണഘടനാ ഭേദഗതി വിദ്യാഭ്യാസം നമുക്കിനി മൗലിക അവകാശമാണ്. അപ്പം അത്തരത്തിൽ 86-ാം ഭരണഘടനാ ഭേദഗതി പോലെയുള്ള വിഷയങ്ങൾ ദൃഢമായിട്ടുള്ള ഭേദഗതി രീതിയിലൂടെയായിരിക്കും ഭേദഗതി ചെയ്യുന്നത്. കൺകറന്റ് ലിസ്റ്റിൽ ഭേദഗതി വരുത്തുന്നതിനായിട്ട് അതിദൃഢമായിട്ടുള്ള ഭേദഗതി ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പം നമ്മൾ ഭേദഗതി വിഷയങ്ങളൊക്കെ പഠിച്ചല്ലോ, ഭേദഗതി രീതികളും കണ്ടു. കാലാനുസൃതമായ മാറ്റങ്ങൾ ഭേദഗതികൾ വഴി ഉൾച്ചേർക്കുന്നതിലൂടെ നമ്മുടെ ഭരണഘടന ഇങ്ങനെ സജീവ ഭരണഘടനയായി പരിണമിക്കുന്നു. അപ്പോൾ പാർലമെന്റിലെ ഒരു നിയമ നിർമ്മാണ പ്രക്രിയ നമ്മൾ കണ്ടു. പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ നടപ്പിൽ വരുത്തണമല്ലോ. ഇപ്പം നമ്മൾ നിയമം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ആശയം രൂപീകരിച്ചു, അതിന് ബില്ല് ആദ്യം മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചു, ദെൻ അതിനെ ബില്ലാക്കി മാറ്റി, അതിന് വിവിധ പ്രക്രിയയിലൂടെ ചർച്ച ചെയ്ത് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച് നിയമമായിട്ട് മാറി. ഇത്തരത്തിൽ രൂപപ്പെടുന്ന നിയമങ്ങൾ ഭേദഗതിയിലൂടെ മാറ്റം വരുത്താമെന്നും നമ്മൾ പഠിച്ചു. ഇങ്ങനെ പാസ്സാക്കപ്പെടുന്ന, പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ നടപ്പിൽ വരുത്തുക എന്ന കർത്തവ്യം ആരുടേതാണ്? കാര്യനിർവഹണ വിഭാഗത്തിൻ്റെതാണ്. അപ്പോൾ നമ്മൾ കാര്യനിർവഹണ വിഭാഗത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് പോകുന്നു. കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവ്സ് എന്താണ് ഇതൊക്കെ? നിയമനിർമ്മാണങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ, ഭരണനിർവഹണം എന്നീ ചുമതലകൾ നിർവഹിക്കുന്ന ഗവൺമെന്റിന്റെ വിഭാഗത്തെയാണ് കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ, നിയമങ്ങളും നയങ്ങളും ഒക്കെ നടപ്പിലാക്കുന്നു. ഭരണനിർവഹണം പോലെയുള്ള കാര്യങ്ങൾ, ഈ ചുമതലകളൊക്കെ നിർവഹിക്കുന്ന ഗവൺമെന്റിന്റെ വിഭാഗത്തെയാണ് എക്സിക്യൂട്ടീവ്സ് അഥവാ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തലവനായിട്ടുള്ള മന്ത്രിസഭ എന്നിവ ഉൾപ്പെടുന്നതാണ് കാര്യനിർവഹണ വിഭാഗം. കാര്യനിർവഹണ വിഭാഗം എന്നത് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടുന്ന മന്ത്രിസഭയും കൂടെ ചേർന്നതാണ് ഈ പറഞ്ഞ എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം കാര്യനിർവഹണ വിഭാഗത്തിന്റെ അധികാരങ്ങൾ രാഷ്ട്രപതിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. എന്നിരുന്നാൽ കൂടിയും അത് നിർവഹിക്കപ്പെടുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലൂടെയാണ്. അപ്പം ഇവിടെ ഭരണഘടന അതിൻ്റെ അധികാരം, കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ അധികാരം നൽകുന്നത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ഭരണഘടന അധികാരം നൽകുന്നത് രാഷ്ട്രപതിക്കാണ്. എങ്കിൽ കൂടിയും നിർവഹിക്കപ്പെടുന്നത്, ഇന്ത്യൻ ഭരണഘടന പ്രകാരം കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ അധികാരങ്ങൾ രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണെങ്കിലും അത് നിർവഹിക്കപ്പെടുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലൂടെയാണ്. ഇനി കാര്യനിർവഹണ വിഭാഗത്തെ കൂടുതൽ വ്യക്തമായി പഠിക്കുമ്പോൾ ഇവിടെ
കാര്യനിർവഹണ വിഭാഗം രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്ന് രാഷ്ട്രീയ എക്സിക്യൂട്ടീവ്സ്, പിന്നെ സ്ഥിരം എക്സിക്യൂട്ടീവ്സ്, പെർമനന്റ് എക്സിക്യൂട്ടീവ്സും അതുപോലെ തന്നെ രാഷ്ട്രീയ എക്സിക്യൂട്ടീവ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. രാഷ്ട്രീയ എക്സിക്യൂട്ടീവ്സിൽ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാരാണ് ഉൾപ്പെടുന്നത്. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാർ. അവിടെ അതിനെ രാഷ്ട്രീയ എക്സിക്യൂട്ടീവിനെ രണ്ടായി തരംതിരിക്കുന്നുണ്ട്. നാമമാത്ര എക്സിക്യൂട്ടീവ് എന്നും യഥാർത്ഥ എക്സിക്യൂട്ടീവ് എന്നും പറഞ്ഞിട്ട്. നാമമാത്ര എക്സിക്യൂട്ടീവ് രാഷ്ട്രപതിയാണ്. എന്നാൽ യഥാർത്ഥ എക്സിക്യൂട്ടീവ് ആരാണ്? പ്രധാനമന്ത്രിയും മന്ത്രിസഭയുമാണ്. രാഷ്ട്രീയ എക്സിക്യൂട്ടീവായിട്ട് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും മന്ത്രിമാരും ഉണ്ടെങ്കിലും നാമമാത്ര എക്സിക്യൂട്ടീവാണ് രാഷ്ട്രപതി, പ്രധാനമന്ത്രിയും മന്ത്രിമാരുമാണ് യഥാർത്ഥ എക്സിക്യൂട്ടീവ്സ് എന്ന് കരുതപ്പെടുന്നു. ഇനി സ്ഥിരം എക്സിക്യൂട്ടീവ്സിലേക്ക് വരുമ്പോൾ ഇവിടെ ഉദ്യോഗസ്ഥ വൃന്ദത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസിലൊക്കെയുള്ള സ്ഥിരം അംഗങ്ങളെയാണ് ഇവിടെ സ്ഥിരം എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ ഉൾപ്പെടുത്തുന്നത്. അവരും കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഭാഗമാണ്. അപ്പോൾ നമ്മളത് പഠിച്ചു. ഇനി ഇവയെക്കുറിച്ച് വിശദമായിട്ടാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ് നമ്മളിവിടെ പറഞ്ഞു. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാരെ കുറിച്ച് നമ്മളിനി പഠിക്കണം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സർക്കാരിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി, മന്ത്രിമാർ എന്നിവരടങ്ങുന്നതാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം. ഭരണഘടനാപരമായിട്ട് രാഷ്ട്രപതിയാണ് കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഭരണഘടനാപരമായിട്ട് രാഷ്ട്രപതിയാണ് കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ. എങ്കിൽ കൂടിയും പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയും നൽകുന്ന ഉപദേശങ്ങൾ അനുസരിച്ചു വേണം രാഷ്ട്രപതി പ്രവർത്തിക്കുന്നത്. എന്നാൽ അതേസമയം രാഷ്ട്രപതിക്ക് സ്വന്തം വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കാവുന്ന സാഹചര്യങ്ങളും ഇവിടെ നിലവിലുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ ഭരണഘടനാനുസൃതമായിട്ട് രാഷ്ട്രപതിയാണ് ഹെഡ് എങ്കിൽ കൂടിയും കാര്യങ്ങൾ തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുമായിരിക്കും. ഇവർ നൽകുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കൂ. എന്നാലും അതൊരു നിശ്ചിത രീതിയിലുള്ള കാര്യമല്ല. രാഷ്ട്രപതിക്ക് അദ്ദേഹത്തിന്റെ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളും നിലവിൽ ഉണ്ട് എന്നുള്ളതാണ്. രാഷ്ട്രപതിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാം. രാഷ്ട്രപതി ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഇനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ. ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് രാഷ്ട്രപതി. ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് പ്രധാനമന്ത്രി എന്ന് തന്നാൽ ശരിയെന്ന് പറയരുത്, രാഷ്ട്രപതിയാണ്. അപ്പം അത്തരത്തിൽ സ്റ്റേറ്റ്മെന്റുകൾ തെറ്റിച്ചും നമുക്ക് തരാൻ സാധ്യതയുണ്ട്. നോക്കുക കേട്ടോ. 35 വയസ്സ് പൂർത്തിയാക്കിയ ഇന്ത്യൻ പൗരർക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. എത്രയാണ് പ്രായപരിധി വരുന്നത്? 35 വയസ്സാണ്. 35 വയസ്സ്. ഇനി ആരാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്? അതിനായിട്ടൊരു കൊളീജിയമുണ്ട്. ഒരു തിരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു ഇലക്ട്രൽ കോളേജ് ഉണ്ട്. അപ്പോൾ അത് ആരൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നതെന്ന് ചോദിച്ചാൽ പാർലമെന്റിന്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇലക്ട്രൽ കോളേജ്. ഈ ഒരു ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. പാർലമെന്റിന്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രപതിയുടെ കാലാവധി, ഔദ്യോഗിക കാലാവധി 5 വർഷമാണ്. 5 വർഷമാണ്. ഇദ്ദേഹത്തിന്റെ അധികാര പരിധി എന്തൊക്കെയാണ്? രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ: പാർലമെന്റ് വിളിച്ചു ചേർക്കുക, ലോകസഭ പിരിച്ചുവിടുക, പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുക, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക, സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, പ്രതിരോധ സേനകളുടെ സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കുക തുടങ്ങിയവയൊക്കെയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ. പാർലമെന്റ് വിളിച്ചു ചേർക്കുക, ലോകസഭ പിരിച്ചുവിടുക, പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുക, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക, സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക,
എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. പ്രതിരോധ സേനകളുടെ സർവ്വ സൈന്യാധിപനായി പ്രവർത്തിക്കുക തുടങ്ങിയവയൊക്കെയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ. ഇനി രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് ആർക്കാണ്? ഉപരാഷ്ട്രപതിക്കാണ് ഇദ്ദേഹം രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കുന്നതും ഉപരാഷ്ട്രപതിയാണ്. ഓക്കെ, രാഷ്ട്രപതിയെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളാണ് ഇവിടെ നമ്മൾ പഠിച്ചത്. ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് രാഷ്ട്രപതി. 35 വയസ്സ് പൂർത്തിയാക്കിയ ഏതൊരു ഇന്ത്യൻ പൗരനും രാഷ്ട്രപതിയായി മത്സരിക്കുന്നതിന് യോഗ്യതയുണ്ട്. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിന് യോഗ്യതയുണ്ട്. പാർലമെന്റിന്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിൽ, പാർലമെന്റിന്റെ ലോക്സഭയുടെയും രാജ്യസഭയുടെയും അതുപോലെ സംസ്ഥാന നിയമനിർമ്മാണ സഭകളുടെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇലക്ട്രൽ കോളേജ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. രാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷമാണ്. ഇദ്ദേഹത്തിന് ഈ പറഞ്ഞിരിക്കുന്ന കടമകൾ, ചുമതലകൾ ഒക്കെ ഉണ്ട്. ഇത്തരത്തിൽ രാഷ്ട്രപതി പ്രവർത്തിക്കുന്നു. രാഷ്ട്രപതിയുടെ രാജി സമർപ്പിക്കുന്നത്, രാഷ്ട്രപതി രാജിക്കത്ത് റെസിഗ്നേഷൻ നൽകുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. അതുപോലെ രാഷ്ട്രപതിയുടെ അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ഈ ചുമതലകളെല്ലാം തന്നെ നിർവഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്. ഇദ്ദേഹമാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇനി പ്രധാനമന്ത്രി. രാജ്യത്തെ ഭരണത്തലവനായ പ്രധാനമന്ത്രി, രാജ്യത്തിന്റെ ഭരണത്തലവനാണ് പ്രധാനമന്ത്രി. ഇദ്ദേഹം ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയും മുന്നണിയുടെയും രാജ്യത്തിന്റെയും നേതാവാണ്. പ്രധാനമന്ത്രി ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയും ആ ഒരു മുന്നണിയുടെയും രാജ്യത്തിൻ്റെയും നേതാവാണ്. ഇദ്ദേഹമാണ് ഭരണത്തലവൻ. മന്ത്രിസഭ രൂപീകരിക്കുന്നതും മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നതും ആരാണ്? പ്രധാനമന്ത്രിയാണ്. മന്ത്രിസഭ രൂപീകരിക്കുന്നു, ക്യാബിനറ്റിലെ അംഗങ്ങളെ നിശ്ചയിക്കുന്നു, ഇതെല്ലാം തന്നെ ചെയ്യുന്നത് പ്രധാനമന്ത്രിയാണ്. ഇദ്ദേഹത്തിന്റെ അധികാര പരിധി വരുന്നത്, ഇദ്ദേഹത്തിന് മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്തുവാൻ സാധിക്കും. അതുപോലെ ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും അംഗങ്ങളെ ഉൾപ്പെടുത്തുവാനും ഒഴിവാക്കുവാനും ഇദ്ദേഹത്തിന് അധികാരമുണ്ട്. മന്ത്രിമാരുടെ വകുപ്പുകൾ മാറ്റാൻ അധികാരമുണ്ട്. ക്യാബിനറ്റിലേക്ക് അതുപോലെ മന്ത്രിസഭയിലേക്ക് അംഗങ്ങളെ ഉൾപ്പെടുത്തുവാനോ ഒഴിവാക്കുവാനോ തീരുമാനങ്ങളെല്ലാം ഉള്ളത് പ്രധാനമന്ത്രിയുടെ കൈകളിലാണ്. ഇദ്ദേഹത്തിന്റെ അധികാര പരിധിയിൽ ഉൾപ്പെടുന്നതാണ്. രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെന്റിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണികളായി പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നു. ഇവിടെ രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെന്റിനെയും പ്രധാനമന്ത്രി ബന്ധിപ്പിക്കുന്നു. പരസ്പരം ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കണ്ണിയാണ് പ്രധാനമന്ത്രി. അദ്ദേഹത്തിന്റെ കാലാവധി. ഇവിടെ കാലാവധിയിലേക്ക് വരുമ്പോൾ, കാലാവധി 5 വർഷ കാലാവധിയാണ്. 5 വർഷ കാലാവധിക്ക് മുൻപായി ലോകസഭയിലെ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രി രാഷ്ട്രപതിക്ക് രാജി സമർപ്പിച്ച് പദവി ഒഴിയേണ്ടതാണ്. നമ്മൾ നേരത്തെ അവിശ്വാസ പ്രമേയത്തെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അത്തരത്തിലെങ്ങാനും ലോകസഭയിലെ ഭൂരിപക്ഷം നഷ്ടപ്പെടുകയാണെങ്കിൽ, അത്തരത്തിൽ നഷ്ടപ്പെടുന്ന പക്ഷം പ്രധാനമന്ത്രി രാഷ്ട്രപതിക്ക് രാജി സമർപ്പിക്കണം. രാഷ്ട്രപതിക്ക് രാജി സമർപ്പിച്ച് ആ ഒരു പദവി ഒഴിയേണ്ടതാണ്. അപ്പൊ 5 വർഷ കാലാവധി ഉണ്ട്. 5 വർഷ കാലാവധിക്ക് മുൻപായി ഇത്തരത്തിലൊരു സാഹചര്യം രൂപപ്പെടുകയാണെങ്കിൽ പ്രധാനമന്ത്രി രാഷ്ട്രപതിക്ക് രാജി സമർപ്പിക്കുകയും ആ ഒരു പദവി ഒഴിഞ്ഞ് കൊടുക്കേണ്ടതുമാണ്. ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ശരിയാണോ തെറ്റാണോ നോക്കാം. നമ്മളിപ്പോൾ പഠിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. നോക്കാം. കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരാണ്? പ്രധാനമന്ത്രിയാണോ? അല്ല, രാഷ്ട്രപതിയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? തെറ്റാണ്. രാഷ്ട്രപതിക്ക് വിവേചന അധികാരമുണ്ട്. നമ്മൾ പഠിച്ചു, ഉണ്ട് എന്ന് തന്നെയാണ്. മന്ത്രിസഭയുടെ തലവൻ പ്രധാനമന്ത്രിയാണ്. ശരിയാണ്. പ്രതിരോധ സേനകളുടെ സർവ്വസൈന്യാധിപൻ ആരാണ്? പ്രധാനമന്ത്രിയാണോ? അല്ല, രാഷ്ട്രപതിയാണ്. നമ്മൾ കണ്ടിട്ടില്ലേ എ പി ജെ അബ്ദുൽ കലാം സാറ് സർവ്വസൈന്യാധിപനായിട്ട് ഒരു ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നല്ലേ? ഫോട്ടോസിലൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നല്ലോ ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്തരത്തിൽ പ്രതിരോധ സേനകളുടെയൊക്കെ സർവ്വസൈന്യാധിപൻ ആരാണ്? പ്രധാനമന്ത്രി അല്ല, രാഷ്ട്രപതിയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇത് തെറ്റാണ് കേട്ടോ. തെറ്റാണ് മാർക്ക് ചെയ്തേക്കുന്നത്, തെറ്റാണ്. ഓക്കെ. ഇനി ഗവർണർമാരെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് നമ്മുടെ കേന്ദ്രത്തിന്റെ ഹെഡ്. അപ്പോൾ കേരളത്തിന്റെ ഹെഡായിട്ടുള്ള ഗവർണർ നിയമിക്കുന്നതും ആരാണ്?
രാഷ്ട്രപതി ആയിരിക്കും. ഓക്കെ, രാഷ്ട്രപതിയാണ്. അപ്പോൾ ശരിയാണ്. രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് പ്രധാനമന്ത്രിക്കാണ്. രാഷ്ട്രപതി ആർക്കാണ് രാജി സമർപ്പിക്കുന്നത്? ഉപരാഷ്ട്രപതിക്കല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? അല്ല, തെറ്റാണ് കേട്ടോ, തെറ്റാണ്. ഗവർണറാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത്. ഗവർണറാണോ പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത്? അല്ല. ഈ ഒരു പദവി കുറച്ച് താഴെയല്ലേ, സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഉയർന്ന പദവിയല്ലേ ഗവർണർ. പ്രധാനമന്ത്രി ഏറ്റവും രാജ്യത്തിന്റെ തന്നെ ഉയർന്ന ഒരു പദവിയല്ലേ. അപ്പോൾ എങ്ങനെയാണെങ്കിലും ശരിയായിട്ട് വരില്ലല്ലോ. അപ്പോൾ തെറ്റാണ്, സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആരാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത്? നമ്മൾ രാഷ്ട്രപതിയെ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാഷ്ട്രപതി ആരെ നിയമിക്കുന്നു? പ്രധാനമന്ത്രിയെയും അതുപോലെ മറ്റ് മന്ത്രിമാരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും എങ്ങനെയാണ്, എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. രാഷ്ട്രപതിയെ ഭരണനിർവഹണത്തിൽ സഹായിക്കുന്ന സമിതിയാണ് മന്ത്രിസഭ എന്ന് പറയുന്നത്. രാഷ്ട്രപതിയെ ഭരണനിർവഹണത്തിൽ സഹായിക്കുന്നത് മന്ത്രിസഭയാണ്. ഈ മന്ത്രിസഭയുടെ തലവനാണ് പ്രധാനമന്ത്രി. അപ്പോൾ ഈ മന്ത്രിസഭയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്തൊക്കെയാണ്? മന്ത്രിസഭയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ രാജ്യഭരണം നിർവഹിക്കുക, ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക, വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക, ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക, നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക, ഭരണപരവും ക്ഷേമപരവുമായ മറ്റ് നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക. ഇവയെല്ലാം മന്ത്രിസഭയുടെ ചുമതലകളാണ്. അപ്പം ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് എളുപ്പമായിട്ട് തോന്നിയേക്കാം, പക്ഷെ അതങ്ങനെയല്ല. ഇതും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. മന്ത്രിസഭയുടെ ചുമതലകൾ താഴെ നൽകിയിട്ടുള്ളതിൽ ശരിയായതേത്, ശരിയല്ലാത്തതേത് എന്നൊക്കെ ഇത്തരത്തിലുള്ള പദസൂര്യനും മറ്റു കാര്യങ്ങളൊക്കെ PSC എടുത്ത് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റ്സ് ഇതേപടി ചോദിച്ചേക്കാം. എന്നിട്ട് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്നത് മന്ത്രിസഭയാണ്. ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുന്നത് മന്ത്രിസഭയാണ്. രാജ്യഭരണം നിർവഹിക്കുന്നു. ഭരണപരവും ക്ഷേമപരവുമായിട്ടുള്ള മറ്റു നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുന്നത് മന്ത്രിസഭയാണ്. നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുന്നതും മന്ത്രിസഭയാണ്. ബില്ലുകളും ഓർഡിനൻസും ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്യുന്നതും മന്ത്രിസഭയുടെ ചുമതലയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പം ഇതാണ് മന്ത്രിസഭയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ. ഇനി നമ്മൾ സ്ഥിര കാര്യനിർവഹണ വിഭാഗത്തിലേക്ക് വരികയാണ്. നമ്മൾ നേരത്തെ ഇവിടെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഒരു ഭാഗം പറഞ്ഞു, രാഷ്ട്രീയ എക്സിക്യൂട്ടീവ്സ്. അടുത്തതാണ് സ്ഥിരം എക്സിക്യൂട്ടീവ്സ്. നമ്മൾ സ്ഥിരം എക്സിക്യൂട്ടീവ്സിലേക്ക് എത്തി. ഓക്കെ, പെർമനന്റ് എക്സിക്യൂട്ടീവ്സ്. അപ്പോൾ ആരാണ് പെർമനന്റ് എക്സിക്യൂട്ടീവ്സ്? ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നതും ബജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകൾ രൂപീകരിക്കുന്നതിൽ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെ സഹായിക്കുന്നതും ബ്യൂറോക്രസി. ഇവിടെ ഈ സ്പെല്ലിംഗ് കൂടെ ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. ഇംഗ്ലീഷിൽ ഇത് ചോദിക്കാറുണ്ട്. ഈ സ്പെല്ലിംഗ് ഏതാണ്, ഇപ്പോൾ 4 ബ്യൂറോക്രസി എന്നിട്ട് ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ബ്യൂറോക്രസി എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ബ്യൂറോക്രസി എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥ വൃന്ദമാണ് ഈ പറഞ്ഞ സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മത്സര പരീക്ഷകളിലൂടെ തിരഞ്ഞെടുക്കപ്പെടുകയും പരിശീലനം ലഭിക്കുകയും ചെയ്യുന്ന വൈദഗ്ധ്യമുള്ളവരും നിപുണരുമായ വിഭാഗമാണ് ഈ പറഞ്ഞ പെർമനന്റ് എക്സിക്യൂട്ടീവ്സ് അഥവാ സ്ഥിര കാര്യനിർവഹണ വിഭാഗം. ഇവിടെ ഈ ഒരു പെർമനന്റ് എക്സിക്യൂട്ടീവ് സ്ഥിരം എന്നൊരു പേര് വരാൻ കാരണം ഇവർ ആ ഒരു നിശ്ചിത റിട്ടയർമെന്റ് പ്രായപരിധിയാണ് ഇവർക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. ആ ഒരു കാലാവധി വരെ ഇവർക്ക് വർക്ക് ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് ഇവരെ സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്ന് വിളിക്കുന്നത്. അപ്പം ഇത്തരത്തിൽ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മത്സര പരീക്ഷകളിലൂടെയാണ് ഇവർ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇവർക്ക് പരിശീലനം ലഭിക്കുന്നുണ്ട്, വൈദഗ്ധ്യമുള്ളവരാണ്, നിപുണരാണ്. ഇത്തരത്തിലുള്ള വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കാര്യനിർവഹണ വിഭാഗത്തിലെ എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്നത്, പെർമനന്റ് എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്നത്. ഇവരാണ് ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നതും ബജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകൾ രൂപീകരിക്കുന്നതിനായിട്ട് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെ സഹായിക്കുന്നതും. ബ്യൂറോക്രസി എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥ വൃന്ദമാണ് ഇവർ. ഓക്കെ, ഇനി അടുത്തതാണ് നീതിന്യായ വിഭാഗം. അപ്പം നമ്മൾ ആദ്യം എക്സിക്യൂട്ടീവ്സ് കണ്ടു, അതുപോലെ ലെജിസ്ലേച്ചർ കണ്ടു. ഇനി നീതിന്യായ വിഭാഗം, ജുഡീഷ്യറിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ
ഇവിടെ നൽകിയിട്ടുള്ള നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങൾ ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ട്. ഇത്തരത്തിൽ അവർ ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് ആരാണ്? നീതിന്യായ വിഭാഗമാണ്. പൗരരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം ഭരണഘടനാ മൂല്യങ്ങളും ഇവിടെ ജുഡീഷ്യറി സംരക്ഷിക്കുന്നു. പൗരരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ ഭരണഘടനാ മൂല്യങ്ങളും ജുഡീഷ്യറി സംരക്ഷിക്കുന്നു. അതുകൊണ്ട് എന്താണ് നീതിന്യായ വിഭാഗം ഭരണഘടനയുടെ കാവലാൾ എന്ന് അറിയപ്പെടുന്നു. ഭരണഘടനയുടെ കാവലാൾ എന്ന് അറിയപ്പെടുന്നത് നീതിന്യായ വിഭാഗമാണ്, ജുഡീഷ്യറിയാണ് ഇത്തരത്തിൽ അറിയപ്പെടുന്നത്. കാര്യക്ഷമമായ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള നീതിന്യായ സംവിധാനം അനിവാര്യമായിട്ടുള്ളതാണ്. കാര്യക്ഷമമായിട്ടുള്ള ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള നീതിന്യായ സംവിധാനം നമുക്ക് അനിവാര്യമാണ്. ഇവിടെ നമുക്ക് കോടതികളുടെ ജുഡീഷ്യറിയുടെ ഒരു ശ്രേണി, ഒരു ഘടന എങ്ങനെയാണ് എന്നുള്ളത് തന്നിട്ടുണ്ട്. ഏറ്റവും മുകളിലായി ഉന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയുണ്ട്. പിന്നീട് ഹൈക്കോടതികളാണ്, സംസ്ഥാനങ്ങളുടെ ഉന്നത നീതിപീഠമായിട്ടുള്ള ഹൈക്കോടതികൾ. തൊട്ടു താഴെയായി ജില്ലാ കോടതികൾ, അതിന് താഴെയായി കീഴ്ക്കോടതികളുമാണ് ഇവിടെ ഘടനയായിട്ട് വരുന്നത്. ഇവിടെ കൊടുത്തിട്ടുള്ളത് സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ ഒരു ഏക സംയോജിത ജുഡീഷ്യൽ സംവിധാനമാണ് ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ളത്. സുപ്രീം കോടതിയാണ് നയിക്കുന്നത്. ഏക സംയോജിത ജുഡീഷ്യൽ സംവിധാനമാണ് നമുക്ക് ഇന്ത്യയിൽ നിലവിലുള്ളത്. പിരമിഡിന്റെ രൂപത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ഈ ജുഡീഷ്യൽ വ്യവസ്ഥയിൽ മുകളിലേക്ക് പോകുന്തോറും കോടതികളുടെ എണ്ണം കുറയുകയും അധികാരങ്ങൾ കൂടുകയും ചെയ്യുന്നു. നമുക്കറിയാം ജില്ലാ കോടതികളെക്കാളും അധികാരം ആർക്കാണ്? ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കുമാണ്, അല്ലേ? അതുപോലെ സുപ്രീം കോടതി ഒരെണ്ണമല്ലേ ഉള്ളൂ. നമുക്ക് പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി ഒന്നേ ഉള്ളൂ. ഹൈക്കോടതികളോ ഓരോ സംസ്ഥാനത്തിനും ഓരോന്നുണ്ട്, അത് വിവിധ തരത്തിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ജില്ലാ കോടതികൾ അങ്ങനെയല്ല. ഈ പറഞ്ഞതുപോലെ എണ്ണം കൂടിക്കൂടിയാണ് താഴേക്ക് വരുംതോറും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അല്ലേ? അത്തരത്തിൽ താഴേക്ക് വരുംതോറും കോടതികളുടെ എണ്ണം കൂടുകയും അധികാരങ്ങൾ കുറയുകയും ചെയ്യുന്നു. മേലത്തെ കോടതികളെ അപേക്ഷിച്ച് താരതമ്യേന അധികാരങ്ങൾ കുറഞ്ഞു വരികയുമാണ് ചെയ്യുന്നത്. അപ്പോൾ കോടതികളുടെ ഒരു ഘടന നമുക്ക് മനസ്സിലായി, അല്ലേ? ഇനി ഇവയെക്കുറിച്ച് നോക്കാം. സുപ്രീം കോടതി ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി. നമ്മുടെ പരമോന്നത നീതിപീഠമായിട്ടുള്ള ഈ സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28-നാണ്. 1950 ജനുവരി 28-ന്. ആസ്ഥാനം എവിടെയാണ്? സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത് 65 വയസ്സാണ്. 65 വയസ്സാണ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി. ജഡ്ജിമാരെ കാലാവധിക്ക് മുൻപായി നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം വരുന്നത് പാർലമെന്റിന് മാത്രമാണ്. ഈ ഒരു അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. ഈ 65 വയസ്സാണ് ഔദ്യോഗിക കാലാവധി. 65 വയസ്സിന് മുൻപായി ജഡ്ജിമാരെ ഈ ഒരു കാലാവധിക്ക് മുൻപായി നീക്കം ചെയ്യണമെങ്കിൽ അതിനുള്ള അധികാരം പാർലമെന്റിനാണ്. ഇനി ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും അവരുടെ രാജിക്കത്ത് സമർപ്പിക്കുന്നതും രാഷ്ട്രപതിക്ക് മുൻപാകെയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിയുടെ മുൻപാകെയാണ്. രാജി സമർപ്പിക്കുന്നതും രാഷ്ട്രപതിക്കാണ്. ഇനി സുപ്രീം കോടതിയുടെ ഒരു പ്രാധാന്യം എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, വിവിധ തരത്തിലുള്ള നിയമ തർക്കങ്ങൾക്ക് പരിഹാരം നൽകുന്നു. ഇതോടൊപ്പം തന്നെ സുപ്രീം കോടതി ഭരണഘടനയുടെ പരമോന്നത വ്യാഖ്യാതാവും മൗലിക അവകാശങ്ങളുടെ സംരക്ഷകനുമായി നിലകൊള്ളുന്നു. സുപ്രീം കോടതിയാണ് ഭരണഘടനയുടെ പരമോന്നത വ്യാഖ്യാതാവും അതുപോലെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകനും എന്ന് പറയുന്നത്. വിവിധ തരത്തിലുള്ള നിയമ തർക്കങ്ങളുടെ പരിഹാരം നൽകുന്നതും ആരാണ്? സുപ്രീം കോടതിയാണ്. ഇത്തരത്തിൽ സുപ്രീം കോടതി പ്രധാനപ്പെട്ടതാകുന്നു. സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28-നാണ്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി 65 വയസ്സാണ്. നീക്കം ചെയ്യണമെങ്കിൽ അതിനുള്ള അധികാരം പാർലമെന്റിനാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജി സമർപ്പിക്കുന്നതും രാഷ്ട്രപതി മുൻപാകെയാണ്. ഇനി സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള അധികാരങ്ങൾ സുപ്രീം കോടതിക്കുണ്ട് എന്നുള്ളതാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഒന്ന്,
ഒന്ന് ഉദ്ഭവ അധികാരം. ഉദ്ഭവാധികാരം എന്ന് വെച്ചാൽ സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളാണ് ഉദ്ഭവാധികാരങ്ങളുടെ പരിധിയിൽ വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് കേന്ദ്ര സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളൊക്കെ സുപ്രീം കോടതിയാണ് പരിഹരിക്കുന്നത്. സുപ്രീം കോടതിക്കാണ് പരിഹരിക്കാൻ അധികാരമുള്ളത്. ഇത് ഉദ്ഭവ അധികാരത്തിൽ ഉൾപ്പെടുന്ന വിഷയമാണ്. സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങളാണ് ഉദ്ഭവാധികാരത്തിൽ ഉൾപ്പെടുന്നത്. അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം. സുപ്രീം കോടതി ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ്. സുപ്രീം കോടതിക്ക് മുകളിൽ ഒരു കോടതിയില്ല. അപ്പോൾ സുപ്രീം കോടതിയാണ് ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏതൊരു കീഴ്ക്കോടതിയുടെയും വിധിയിന്മേൽ വരുന്ന അപ്പീലുകൾ സ്വീകരിക്കാനുള്ള അധികാരം ആർക്കാണ്? സുപ്രീം കോടതിക്കാണ്. ഏതൊരു കീഴ്ക്കോടതിയുടെയും വിധിയുടെ അപ്പീലുകൾ സ്വീകരിക്കുന്നതിനുള്ള അധികാരം സുപ്രീം കോടതിക്കാണ് ഉള്ളത്. ഉപദേശക അധികാരം. രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നിയമോപദേശം നൽകുവാൻ സുപ്രീം കോടതിക്ക് ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യതയുണ്ട്. ഇപ്പോൾ രാഷ്ട്രപതി ഒരു വിഷയത്തെ സംബന്ധിച്ച് ആവശ്യപ്പെടുന്ന സമയത്ത്, നിയമ ഉപദേശം ആവശ്യപ്പെടുന്ന സമയത്ത് അത്തരത്തിലുള്ള ഒരു ഉപദേശ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിയമോപദേശം നൽകേണ്ടത് ആരാണ്? സുപ്രീം കോടതിയാണ്. രാഷ്ട്രപതിക്ക് നിയമോപദേശം നൽകുന്നത് സുപ്രീം കോടതിയാണ്. റിട്ട് അധികാരം. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവയുടെ സംരക്ഷണാർത്ഥം റിട്ടുകളുടെ രൂപത്തിൽ പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. മൗലിക അവകാശ ലംഘനം ഉണ്ടാകുമ്പോൾ 5 തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. ഈ റിട്ടുകൾ പുറപ്പെടുവിക്കുവാനുള്ള അധികാരം, മൗലിക അവകാശ ലംഘന സമയത്തെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ആരാണ്? സുപ്രീം കോടതിയാണ്. പുനരവലോകന അധികാരം. ഭരണഘടനയുടെ സംരക്ഷകർ എന്ന ചുമതല നിർവഹിക്കുന്നതിൽ നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തായി നിൽക്കുന്നത് അതിൻ്റെ നീതിന്യായ പുനരവലോകന അധികാരമാണ്. അതായത് റിവ്യൂ അധികാരം. അതെന്താണ് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. അതെന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളുടെയും അതുപോലെ കാര്യനിർവഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെയും ഒക്കെ ഭരണഘടനാ സാധുത പരിശോധിക്കണം. ഇത്തരത്തിൽ അവയുടെയൊക്കെ ഭരണഘടനാ സാധുത പരിശോധിക്കുവാനും അവ ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണോ എന്ന് പരിശോധിക്കുകയും വിരുദ്ധമാണ് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ അവയെ ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കുവാനുള്ള സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരത്തെയാണ് നീതിന്യായ പുനരവലോകന അധികാരം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ കോടതിക്ക് അവയെ റദ്ദു ചെയ്യാനുള്ള അധികാരം ഉണ്ട് എന്ന്. അപ്പോൾ അത്തരത്തിൽ ഉള്ള അധികാരത്തെയാണ് നീതിന്യായ പുനരവലോകന അധികാരം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇതാണ് പുനരവലോകന അധികാരം. ഇനി ചെക്സ് ആൻഡ് ബാലൻസ്, പരസ്പര നിയന്ത്രണവും അധികാര സന്തുലനവും. ഇവിടെ ഭരണഘടനാപരമായി ഗവൺമെന്റിന്റെ അധികാരങ്ങൾ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ 3 വിഭാഗങ്ങൾക്കായി വിഭജിച്ച് നൽകിയിട്ടുണ്ട്. ഇവിടെ ഭരണഘടനാപരമായിട്ട് ഗവൺമെന്റിന്റെ അധികാരങ്ങൾ വിഭജിച്ച് നൽകിയിട്ടുണ്ട്. നമ്മൾ പഠിച്ചു. ആർക്കൊക്കെ? നിയമനിർമ്മാണത്തിന്, കാര്യനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായിട്ട് വിഭജിച്ച് നൽകിയിരിക്കുകയാണ്. എന്നിരുന്നാലും ഇവയ്ക്കിടയിൽ യുക്തിസഹമായ ഒരു പരസ്പര നിയന്ത്രണവും ഏകോപനവും അധികാര പ്രയോഗത്തിലെ സന്തുലനവും സാധ്യമാക്കുവാൻ നമ്മുടെ ഭരണഘടന ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഇവ വ്യത്യസ്ത രീതിയിൽ ഇവയ്ക്ക് വിഭജിച്ചാണ് അധികാരങ്ങൾ നൽകിയിട്ടുള്ളത്. എങ്കിൽ കൂടിയും ഇവ പരസ്പര നിയന്ത്രണത്തിലൂടെയും ഏകോപനത്തിലൂടെയും അധികാര പ്രയോഗത്തിലെ സന്തുലനം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് ഭരണഘടന പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ള ഒരു വസ്തുതയാണ്. ഇവിടെ നൽകിയിട്ടുള്ളത് നോക്കാം. ഇത് ഒരു തരത്തിൽ സൈക്ലിക്കൽ പ്രോസസ്സ് പോലെ മുന്നോട്ട് പോകുന്ന കാര്യമാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ, ദയാഹർജി പരിഗണിക്കൽ, ജഡ്ജിമാരുടെ നിയമനം, സ്ഥലം മാറ്റം പോലെയുള്ളവയിലൂടെ എക്സിക്യൂട്ടീവിന് പാർലമെന്റിന്റെയും ജുഡീഷ്യറിയുടെയും ക്രിയാത്മകമായി നിയന്ത്രിക്കാവുന്നതാണ്. എക്സിക്യൂട്ടീവിന് പാർലമെന്റിനെയും ജുഡീഷ്യറിയെയും ക്രിയാത്മകമായി നിയന്ത്രിക്കാനായിട്ട് ഇവിടെ സാധിക്കും. ഇനി ഈ ബില്ലുകളും മറ്റു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ബജറ്റ് പരിഗണിക്കൽ, ചോദ്യോത്തരവേള തുടങ്ങിയ മാർഗങ്ങളിലൂടെ എക്സിക്യൂട്ടീവിനെയും
ഇംപീച്ച്മെന്റ് പോലെയുള്ളവയിലൂടെ ജുഡീഷ്യറിയെയും നിയന്ത്രിക്കാൻ ആർക്ക് കഴിയും? പാർലമെന്റിന് കഴിയും. ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ നീതിന്യായ പുനരവലോകന അധികാരത്തിലൂടെ ജുഡീഷ്യറിക്ക് പാർലമെന്റിനെയും എക്സിക്യൂട്ടീവിനെയും നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവയെല്ലാം തന്നെ എന്താണ്? പരസ്പര പൂരകങ്ങളായി പരസ്പര സന്തുലനം നിലനിർത്തിക്കൊണ്ട് ഏകോപിപ്പിച്ചുകൊണ്ട് പരസ്പര നിയന്ത്രണം നടത്തിക്കൊണ്ട് അധികാരത്തിൽ നിലനിൽക്കുന്ന ഘടകങ്ങളാണ് ഇവ മൂന്നും തന്നെ. ഇവ മൂന്നും ഓരോ തരത്തിൽ മറ്റുള്ളവയെ നിയന്ത്രിക്കുകയും അവയുടേതായ സ്വാതന്ത്ര്യം അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടന ജനാധിപത്യമെന്ന ഭരണ സംവിധാനത്തെയും മൂല്യത്തെയും അതിൻ്റെ രാഷ്ട്രസങ്കല്പത്തിൽ ഉറപ്പിക്കുന്നു. അധികാര കേന്ദ്രീകരണം ഒഴിവാക്കുന്നതിനും സ്വേച്ഛാധിപത്യ പ്രവണതകൾ തടയുന്നതിനും ജനാധിപത്യം പരിപാലിക്കുന്നതിനും വേണ്ടിയാണ് ഗവൺമെന്റിന്റെ അപ്പോൾ എന്തിനാണ് ഈ പറഞ്ഞ പോലെ 3 വിധത്തിൽ അധികാര വിഭജനം നടത്തിയത് എന്നുള്ളത് നമ്മൾ കണ്ട കാര്യമാണ്. എങ്കിലും അധികാര കേന്ദ്രീകരണം എന്ന ഒരു വസ്തുത ഒഴിവാക്കണം, അതുപോലെ സ്വേച്ഛാധിപത്യ പ്രവണതകളിലേക്ക് പോകുന്നത് തടയണം. ഇത്തരത്തിൽ ജനാധിപത്യം പരിപാലിക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെന്റിന്റെ അധികാരം 3 ശാഖകൾക്കിടയിൽ വിഭജിച്ച് നൽകിയിട്ടുള്ളത്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ആശയങ്ങളും അഭിലാഷങ്ങളും ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങളും ദർശനങ്ങളും വ്യവസ്ഥാപിതമാകാനുള്ള ശ്രമങ്ങളാണ് ഗവൺമെന്റിന്റെ ശാഖകളിലൂടെ നമ്മുടെ രാഷ്ട്രം നടപ്പിലാക്കി വരുന്നത്. ഇത്തരത്തിൽ നമ്മൾ ഇന്ത്യയുടെ ഭരണഘടന എങ്ങനെ സ്ഥാപിച്ചു, ബില്ലുകൾ എങ്ങനെ നിലവിൽ വരുന്നു എന്നുള്ളതും നിയമമായി എങ്ങനെ മാറുന്നു, അവയുടെ ഭേദഗതി എങ്ങനെയാണ്, അതുപോലെ പാർലമെന്റ് എന്താണ്, അവയുടെ എക്സിക്യൂട്ടീവ് ഘടകങ്ങളെക്കുറിച്ച് പെർമനന്റ് അതുപോലെ രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് ഘടകങ്ങളെക്കുറിച്ചും ഒക്കെ വിശദമായിട്ട് ഈ ഒരു അധ്യായത്തിൽ പഠിച്ചു അല്ലേ. ഇത്രയും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. വളരെ ഏറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണിത്. ഇവിടെ ആശയപരമായിട്ടുള്ള കാര്യങ്ങളും വരുന്നുണ്ട്, അതുപോലെ പ്യുവർ ഫാക്ട്സും വരുന്നുണ്ട്. ഇന്നലെ പഠിച്ച ചാപ്റ്റർ പോലെ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ അണ്ടർലൈൻ ചെയ്ത് പോയിട്ടുള്ള ഭാഗങ്ങളെല്ലാം തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രധാനപ്പെട്ട പോയിന്റ് വരുന്ന സമയത്തെല്ലാം എടുത്തെടുത്ത് പറയാൻ ശ്രമിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് ഇവയെല്ലാം തന്നെ മനസ്സിലാക്കി പഠിക്കുക. ഇവിടെ ഈ ഒരു ക്ലാസ്സിൻ്റെ ഒരു നിലവാരം തന്നെയായിരിക്കും ഉണ്ടാവുക, എങ്കിൽ കൂടിയും ഇവ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് PSC ചോദിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ടൊക്കെ ഇപ്പോൾ ചോദിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത്തരത്തിൽ ഇവ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാം എന്നുള്ളതൊന്നും സാധ്യമായിട്ടുള്ള കാര്യമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മാത്രമല്ല നമുക്ക് ഇതിങ്ങനെ ഒന്നിച്ച് കാണുന്ന സമയത്ത് മടി പിടിക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് ദിവസവും കുറച്ചായിട്ട് പഠിച്ചു പോകണമെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ ആരെങ്കിലും പെൻഡിങ് ആയിട്ട് ഏതെങ്കിലും കുറേ ക്ലാസ്സുകളൊക്കെ മിസ്സായിട്ടുണ്ട് എങ്കിൽ കൂടിയും എല്ലാ ദിവസവും ഒരു ക്ലാസ് വെച്ചെങ്കിലും കണ്ട് ഇതൊന്ന് തീർക്കാനായിട്ടുള്ള ആ ഒരു ട്രാക്കിലേക്ക് എത്താനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.